ഡിറ്റർമിനന്റ് ആൻഡ് മെട്രിസസ് ഒക്കെ ലീനിയർ ഓൾജിബ്രയ്ക്കകത്ത് വരുന്നതാണ്, നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ്. എങ്കിലും ജസ്റ്റ് ഒന്ന് നമുക്ക് റിമൈൻ ചെയ്തങ്ങ് പോകും. Okay, in this unit we shall learn about the determinant is a square array of numbers symbolizing the sum of certain products എന്നാണ് നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് നമ്മൾ എന്താ പറയാ നൊട്ടേഷൻ കൊടുക്കുന്നത് A11 ഫസ്റ്റ് റോയിൽ A11 A12 A13 ദെൻ ഡിറ്റർമിനന്റ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതേസമയം നമ്മൾ മെട്രിക്സിലോട്ട് വരുമ്പോഴാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്നത്, അല്ലേ? Isn't it? Correct അല്ലേ? ഹലോ, അതെ മാം. ഓക്കെ. അപ്പം നമ്മുടെ ഡിറ്റർമിനന്റ് നമ്മൾ യൂഷ്വലി നമ്മൾ പറയാനുള്ള ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ n ആണ് നമ്മൾ പറയുന്നത്. n ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് n റോസ് ആൻഡ് n കോളംസ്, അല്ലേ? നമ്മൾ ഈ ഹൊറിസോണ്ടൽ പാർട്ടിനെ നമ്മൾ റോ എന്നും വെർട്ടിക്കൽ പാർട്ടിനെ നമ്മൾ കോളം എന്നുമാണ് പറയുന്നത്. അതാണ് നമ്മുടെ A11. നമ്മൾ ഡിഫറെന്റ് എലിമെന്റ്സ് ആർ ദെയർ. Generally, we write the element as Aij. I stand for the row number and J stands for the number of the column. Okay. So A11 means the element in the first row and the first column. Suppose it will be A32. That means the element of third row and the second column. Right? Is it clear? Okay, ma'am. ഓക്കെ. അപ്പം അതാണ് നമ്മുടെ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ അകത്തോട് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. എന്നാലും നമുക്കൊന്ന് മെമ്മറിയിൽ കിടക്കണമല്ലോ. നിങ്ങൾക്ക് കുറച്ച് ഗ്യാപ്പ് വന്നവരൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ. ഇനി മെനി പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് വിച്ച് ഹെൽപ്പ് ദ ഇവാലുവേഷൻ ഓഫ് ഡിറ്റർമിനന്റ്. ദെൻ ഡിറ്റർമിനന്റ്സ് ആർ യൂഷ്വലി അറൈസ് ഇൻ കണക്ഷൻ വിത്ത് ലീനിയർ ഇക്വേഷൻസ്. അപ്പം നമ്മൾ യൂഷ്വലി ലീനിയർ ഇക്വേഷൻസ്, നമ്മൾ റിയൽ ലൈഫ് പ്രോബ്ലത്തെ ലീനിയർ ഇക്വേഷൻസ് വരുമ്പോൾ ഈ ഡിറ്റർമിനന്റ് ഫോം അല്ലെങ്കിൽ മെട്രിക്സ് ഫോം എന്നൊക്കെ പറയുന്നത് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യാനും ദെൻ അതിനെ ഓപ്പറേറ്റ് ചെയ്യാനും നമുക്ക് വളരെ എളുപ്പമായിരിക്കും ഇൻ ഡിറ്റർമിനന്റ് ഫോമിലോട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലേ? ഡിറ്റർമിനന്റ് ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആർ ദെയർ. അതിനെ ഇവാലുവേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് എളുപ്പമുണ്ടാവും. ദെൻ moreover, being a BCA student, you know that in the programming side it will be more easy, right? Coding വളരെ easy ആയിരിക്കും, അല്ലേ? For our determinant and matrices. Even the library functions are available for most of the tools, right? Hello? Yes, ma'am. Hello? Okay. And see, suppose we have two equations, a1x plus b1 equal to 0, linear equations. Then another second equation is a2x plus b2 equal to 0. Then they satisfy the property a1 b2 minus a2 b1 equal to 0. And this expression is the determinant of the second order and is denoted by this one, a1 b1 a2 b2. Okay. Here we have first row, second row, first column, second column. And we say that this is a determinant of order 2. Okay. Is it clear? Yes, ma'am. Hello? Okay. Any different uses of the determinants are determined to find the area of a triangle, so not to solve the system of equation. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയിന്നേ ഉള്ളൂ. Okay. Now come to determinant of order 2 and 3. A determinant of order 2 is written by A, B, C, D. Then A, B, C, D are complex numbers. Complex numbers എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ജനറലി നമ്പർ എന്ന് റിയൽ നമ്പർ എനി നമ്പർ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ A plus IB ഫോമില്, അല്ലേ? then B equal to 0 then the pure റിയൽ നമ്പർ ആയി. അതുകൊണ്ട് ആ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവണ്ട. ജനറലി എനി നമ്പറിനെ നമ്മൾ എനി നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്നാണ്, അല്ലേ? അതിൻ്റെ അകത്ത് ഈ ബി അതൊക്കെ നമുക്ക് പഠിക്കാൻ കോംപ്ലക്സ് നമ്പറിലോട്ട് നമ്മൾ വരുന്നുണ്ട്, നമ്മുടെ സിലബസിൽ അപ്പുറത്തേക്ക് വരാം. എനി നമ്പർ, എനി റിയൽ നമ്പർ എന്നുള്ളൊരു സെൻസിൽ തന്നെ ആലോചിച്ചാൽ മതി. കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു വേർഡ് കേട്ടിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. ഓക്കെ. ഹലോ. ഓക്കെ. ഓക്കെ. ദാറ്റ് ഈസ് നമ്മളെങ്ങനെ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓഫ് ഓർഡർ 2നെ എങ്ങനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? പ്രോഡക്റ്റ് ഓഫ് ദിസ് മൈനസ് പ്രോഡക്റ്റ് ഓഫ് ദിസ്, അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? അല്ലേ? ഈ ഡിറ്റർമിനന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ ന്യൂമറിക് വാല്യൂ, അല്ലേ? ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഈസ് എ ന്യൂമറിക് വാല്യൂ. ഓക്കെ. അപ്പൊ നമുക്ക് അതിനെ
ഡിറ്റർമിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് ഒരു ന്യൂമറിക് വാല്യൂയിലോട്ട് നമ്മൾ എത്തും, അല്ലെങ്കിൽ ഒരു കോംപ്ലക്സ് നമ്പറിലോട്ട്. നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്ന് വേണ്ട ന്യൂമറിക് വാല്യൂ തന്നെ നിങ്ങൾ പറഞ്ഞു പോകും. ഈ കോംപ്ലക്സ് നമ്പർ എന്നുള്ള ഈ വേർഡ് കേട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട കേട്ടോ. ദറ്റ് ഈസ് എ റിയൽ നമ്പറിലോട്ട് അല്ലെങ്കിൽ ഒരു ന്യൂമറിക് വാല്യൂയിലോട്ട് നമ്മൾ എത്തും. റൈറ്റ്? ഈസ് ഇറ്റ് ക്ലിയർ? Yes, ma'am. Okay. Now compute the following determinant: 3, 5, -2, 6. ഒരെണ്ണം ചെയ്ത് നോക്കാം. ജസ്റ്റ് ഹലോ, നോക്കാം. ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പറയണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കരുത്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്റ്റഡി മെറ്റീരിയൽ നിങ്ങളുടെ കയ്യിൽ തന്നെ എപ്പോഴും ഉണ്ടാവുക. കാരണം ചില സമയത്ത് നിങ്ങൾക്ക് സ്ക്രീൻ കാണാതെയൊക്കെ വരുന്ന എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ് എടുക്കുമ്പോഴൊക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ കയ്യിലെടുക്കുക. അതർവൈസ് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ സ്റ്റഡി മെറ്റീരിയൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളൊന്നും കയ്യിലുണ്ടാവരുത്. ബട്ട് യു ഷുഡ് ഹാവ് എ പെൻ ആൻഡ് എ നോട്ട്ബുക്ക്. കാരണം നമുക്ക് പ്രോബ്ലം ചെയ്തു പോകണം. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പോയിന്റുകളൊക്കെ എഴുതിയും പോകണം. ചെയ്തോ? Ma'am, 28. 28 ആണ്. 18 minus Minus 10. minus 10. That is 18 plus 10, 28. 28. പോവാം നമുക്ക്. What about others? മുന്നോട്ട് പോട്ടെ. പോവാം. ഓക്കെ. അപ്പം നമ്മൾ പിന്നെ നിങ്ങൾക്ക് വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ സ്റ്റഡി മെറ്റീരിയൽ വളരെ സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ പ്രോബ്ലംസ് ഇഷ്ടംപോലെ പ്രോബ്ലംസ് നമുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ദെൻ എക്സർസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് കുറെ പ്രോബ്ലംസ് തന്നിട്ടുണ്ടാവും. ആ പ്രോബ്ലംസിന്റെ എല്ലാ ആൻസേഴ്സും അതിന്റെ എൻഡിൽ തന്നിട്ടുമുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോ പ്രോബ്ലംസ്, ഓരോ എക്സാമ്പിൾ നമുക്ക് ഒത്തിരി സമയം ഇല്ല ചെയ്തു പോകാനായിട്ടല്ലേ. നമുക്ക് ലിമിറ്റഡ് ടൈമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കുറച്ച് ക്ലാസ്സുകളെ നമുക്കുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഈ പോർഷൻസ് കവർ ചെയ്യണം. നമുക്ക് 16 യൂണിറ്റ്സ് ആർ ദർ. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അല്ലെ പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഡിഫിക്കൽട്ടി കൂടുതലുണ്ടെന്ന് നിങ്ങൾ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 കൂടി പ്രോബ്ലം ചെയ്തു പോകും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിന്റെ ഓരോ എക്സാമ്പിൾ നമ്മൾ ചെയ്തങ്ങ് മുന്നോട്ട് പോകും. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് തന്നെ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ഇതിനകത്ത് 1-2 ചെയ്തു വെക്കുക കേട്ടോ. അപ്പൊ ഈ ന്യൂമറിക് നമ്പേഴ്സ് എന്നാൽ നമുക്ക് വളരെ ഈസിയാണ്. ബാക്കിയുള്ളത് വരുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ട് തന്നെ ചെയ്ത് പ്രോഡക്റ്റ് കണ്ടുപിടിച്ച് ചെയ്തു പോകാവുള്ളൂ. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ മാം. ഓക്കെ, അതുപോലെ ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരു പ്രോബ്ലം എങ്കിലും നിങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് ക്ലാസ് ഉള്ള ദിവസമാണെങ്കിലും ഇല്ലാത്ത ദിവസമാണെങ്കിലും എല്ലാ ദിവസവും എടുത്ത് നമ്മൾ ബാക്കിലോട്ട് 1-2 പ്രോബ്ലംസ് ഒന്ന് ചെയ്ത് നമ്മുടെ മെമ്മറിയിൽ റിഫ്രഷ് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് അത് കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നും. Okay, now come to determinant of order 3. Determinant of order 3 is expressed as, see, A11, A12, A13. That is 1 element, first row, first column, first row, second column, first row, third column. Likewise, we have second row and third row. Okay. Okay. Hello. ഓക്കെ മാം. ഇനി ഈ തേർഡ് ഡിറ്റർമിനന്റ് ഓഫ് ഓർഡർ 3 നമ്മൾ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്? എയ്തർ വി ക്യാൻ ഇവാലുവേറ്റ് ത്രൂ എനി റോ ഓർ എനി കോളം. ഓക്കെ, നമുക്കറിയാം ഒരു 2x2 ഡിറ്റർമിനെ നമുക്കറിയാം പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു ഈ ഡയറക്ഷൻ ആയിരിക്കണം ആദ്യം. പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു മൈനസ് പ്രോഡക്റ്റ് ഓഫ് ദീസ് ടു അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ എന്നല്ല, വിത്ത് എനി റോ ഓർ എനി കോളം കൊണ്ട് നമുക്ക് അതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റും. ദെൻ അങ്ങനെ എക്സ്പാൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ആ ഡിറ്റർമിനന്റ് വാല്യൂ അല്ലെങ്കിൽ ഡിറ്റർമിനന്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, സോ ഇവിടെ നോക്കിയേ, ഇവിടെ ഫസ്റ്റ് റോ കൊണ്ടാണ് ഈ ഡിറ്റർമിനന്റ്സ് ആർ ഡിനോട്ടഡ് ബൈ ദ സിമ്പൽ ദിസ് വൺ. ഓക്കെ, ദിസ് സിമ്പൽ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഹലോ ഹലോ
ഹലോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ് A11 എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് റോ കൊണ്ടാ ചെയ്യുന്നെങ്കിലോ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു ഏതാണ് ഏത് എലിമെന്റ് ആണോ എടുക്കുന്ന ആ എലിമെന്റ് റോ ആൻഡ് കോളത്തിനെ ഡിലീറ്റ് ചെയ്ത് ദ റിമൈനിങ് പാർട്ട്, ഡിറ്റർമിനന്റ് ഓഫ് ദ റിമൈനിങ് പാർട്ട്. A11 ആ റോയും A11 ഇൻക്ലൂഡ് ചെയ്യുന്ന റോ ആൻഡ് കോളത്തിനെ അവോയ്ഡ് ചെയ്തിട്ട് ദ റിമൈനിങ് പാർട്ട്, ദാറ്റ് ഈസ് A22, ഡിറ്റർമിനന്റ് ഓഫ് this part A22, A23, 32, 33. Then minus, actually ഈ പ്ലസ് ഓർ മൈനസ് വരുന്നത് I plus J, sorry, -1 raised to I plus J. I എന്ന് പറയുന്ന റോ നമ്പർ, J എന്ന് പറയുന്ന കോളം നമ്പർ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, ഇപ്പൊ പറഞ്ഞു, ഒന്നുകൂടെ പറയാമോ? സി നമ്മൾ ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം ഫസ്റ്റ് എലിമെന്റ് ഇൻറ്റു ആ റിമൈനിങ് ഡിറ്റർമിനന്റ്, ഫസ്റ്റ് എലിമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന റോ ആൻഡ് കോളത്തിനെ മാറ്റിയിട്ട് ബാക്കി ഡിറ്റർമിനൻറ്റ്. ദെൻ മൈനസ് സെക്കൻഡ് എലിമെന്റ് ഇൻറ്റു സെക്കൻഡ് എലിമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന റോ ആൻഡ് കോളത്തിനെ മാറ്റി റിമൈനിങ് പാർട്ട് ഏത് വരും? 21, 23, 31, 33. ദെൻ തേർഡ് എലിമെന്റിനെ പ്ലസ് തേർഡ് എലിമെന്റ് ഇൻറ്റു തേർഡ് എലിമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന റോ ആൻഡ് കോളം, തേർഡ് എലിമെന്റ് ഇൻക്ലൂഡ് ചെയ്യുന്ന റോ ആൻഡ് കോളം, ദാറ്റ് ഈസ് തേർഡ് എലിമെന്റ് ഇൻറ്റു എന്ന് പറയുമ്പോൾ A33 അല്ലേ? ഈ റോ ആൻഡ് കോളത്തിനെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ട് റിമൈനിങ് പാർട്ട് ദിസ് വൺ A21, A22, A31, A32. റൈറ്റ്? ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ മാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഫസ്റ്റ് റോ വരുമ്പോഴത്തേക്കിന് ഇങ്ങനെ എടുക്കും. സെക്കൻഡ് റോയിൽ നമ്മൾ ഏതൊരു വി ക്യാൻ എക്സ്പാൻഡ് ദ ഡിറ്റർമിനന്റ് വിത്ത് എനി റോ ഓർ എനി കോളം. ഇനി ഇതിനകത്ത് ജനറലി നമുക്ക് ഓർത്തിരിക്കാനുള്ള എളുപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇവിടെ ഫസ്റ്റ് വൺ പ്ലസ് ആണ് വന്നത്, ഇവിടെ സെക്കൻഡ് വണ്ണിലെ സൈൻ വിൽ ബി നെഗറ്റീവ്. തേർഡ് എക്സ്പ്രഷനിലോട്ട് വരുമ്പോൾ അഗെയിൻ പ്ലസ് A13 ആയി അല്ലേ? ആ ഫസ്റ്റ് വൺ നോക്കിയേ, A11 -1 raised to 2 എന്ന് പറയുന്ന ഏതാ? +1. ഇവിടെ ഓഡ് നമ്പർ അല്ലേ? -1 raised to 1 + 2 എന്ന് പറയുന്നത് 3 ആണ്. സോ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ദെൻ -1 raised to 1 + 3, that is -1 raised to 4. It will be +1. Is it clear? ഓക്കെ മാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ജനറൽ റൂൾ. അതാണ് ആ ജനറൽ റൂൾ അനുസരിച്ചാണ് ഈ പ്ലസും മൈനസും കയറി വരുന്നത്. ഇനി സപ്പോസ് നമ്മൾ സെക്കൻഡ് റോ വെച്ചിട്ടാണ് എക്സ്പാൻഡ് ചെയ്യുന്നെങ്കിലോ ആദ്യത്തേത് നെഗറ്റീവ് വരും. -2 + 1 എന്ന് പറയുന്ന ഓഡ് നമ്പരാ അല്ലേ? അപ്പോൾ -A21, ദെൻ ഈ റോയും ഈ കോളവും മാറ്റിയിട്ട് ബാക്കിയുള്ളതായിരിക്കും വരുന്നത്. ഓക്കെ, അതിലോട്ട് നമുക്ക് വരാം. ഇതുണ്ട്. അലോങ് ദ സെക്കൻഡ് റോ ഈസ് delta equal to and expression -A11 അല്ല, ഇത് -A21 കേട്ടോ. ഈ നിങ്ങൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ള, നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ നിങ്ങളുടെ ഈ ഇതിൻ്റെ അകത്ത് ഇത്ര മിസ്റ്റേക്ക് ഇല്ല. എനിക്ക് തോന്നുന്ന മറ്റ് സെമസ്റ്ററുകളിലെ ഇതിൻ്റെ അകത്തൊക്കെ കുറേ മിസ്റ്റേക്കുകളുണ്ട്. ഇത് A21 ആണ്, A11 അല്ല. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇത് കണ്ട് ഇത് 2 വന്നുകൊണ്ട് ഇത് ഈവൻ നമ്പർ, അതുകൊണ്ട് അതിന്റെ സൈൻ പ്ലസ് ആയിരിക്കും. A23 എന്ന് പറയുന്ന ഏതാ? ഓഡ് നമ്പർ, 2 + 3. I + J നോക്കി വെച്ചാൽ മതി. AIJയില് I + J നോക്കിയാൽ മതി. AIJ എലമെന്റ് ആണ് എപ്പോഴും വരുന്നത്. അവിടുത്തെ I + J നോക്കിയാൽ മതി. അത് ഈവൻ ആണെങ്കിൽ പ്ലസ് ആയിരിക്കും, ഓഡ് ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈൻ വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. ഈസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഓക്കെ, ഇനി അലോങ് ദ തേർഡ് റോ ഈ എഴുതിയിരിക്കുന്നത് തെറ്റാ. 3 + 1 ഇത് പ്ലസ്, 32 ഇത് മൈനസ്, ഇത് പ്ലസ് വരും. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ, ഓക്കെ. അപ്പൊ മിസ്റ്റേക്ക് ഉള്ളതൊക്കെ കറക്റ്റ് ചെയ്ത് പൊക്കോണം കേട്ടോ. either you notice, ഇപ്പൊ നമ്മൾ നോട്ടീസ് ചെയ്ത് വെക്കുക, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് നോക്കുമ്പോൾ കറക്റ്റ് ചെയ്ത് പോകണം കേട്ടോ.
പിന്നെ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. Okay, then another one, let A is an element of is any complex number. A determinant of order 1 is denoted by C. Determinant ഒരു എലിമെന്റേ ഉള്ളൂ. ഓർഡർ 1 എന്ന് പറഞ്ഞാൽ ഒരു എലിമെന്റേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈക്വൽ ടു എ. ഇത് ഡിറ്റർമിനന്റ് ആണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ഈ സൈൻ എന്ന് പറയുന്നത്. വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് എലിമെന്റ് ഇറ്റ് സെൽഫ് ആയിരിക്കും. Is it clear? Yes, ma'am. Okay. Now let us do one problem. Evaluate the following determinants by expanding along the first row. അതായത് ഫസ്റ്റ് റോ യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്യുക, അതിനെ ചെയ്യുക. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ വേറെ ഒന്നും നോക്കരുത്, തനിയെ ചെയ്യുക. സംടൈംസ് നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം കറക്റ്റ് ആയിരിക്കണം ഒരു നിർബന്ധമില്ല. ഇഫ് ദർ ഈസ് എനി മിസ്റ്റേക്ക് യു കറക്റ്റ് ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, മിസ്റ്റേക്ക് സംഭവിക്കാം, അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. നമ്മൾ ആദ്യമേ ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ വരാം. പക്ഷേ നമ്മൾ ആ മിസ്റ്റേക്ക് യു കറക്റ്റ് ഇറ്റ് ബൈ യുവർ സെൽഫ്. ഓക്കെ, ദെൻ നമ്മൾ ആ മിസ്റ്റേക്ക് ഒരു കാലത്തും റിപ്പീറ്റ് ചെയ്യത്തില്ല. നമ്മൾ തനിയെ മനസ്സിലാക്കിയാണ് ചെയ്തു പോകുന്നതെങ്കിൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രാക്ടീസ് ചെയ്യുക. When you practice, you can do it correctly and fastly. Okay. Okay, ma'am. അതൊന്ന് ചെയ്യാം. ഹലോ, വാട്ട് അബൌട്ട് അതേഴ്സ്? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? If anyone feels any difficulty, please respond. Okay. ഹലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽറ്റി വന്നിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇതും വിചാരിക്കണ്ട, അന്നേരം ചോദിക്കുക. നമ്മളത് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. എലോങ് ദ ഫസ്റ്റ് റോ എന്ന് പറയുമ്പോൾ ഏതാ? 2 into this determinant അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് ദിസ്. ഞാൻ ഡിറ്റർമിനന്റ് 2/2 ഡിറ്റർമിനന്റ് കിട്ടിയാൽ നമുക്കറിയാം എങ്ങനെയാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടതെന്ന്. പ്രോഡക്റ്റ് ഓഫ് ദിസ് മൈനസ് പ്രോഡക്റ്റ് ഓഫ് ദിസ്. ദെൻ -5 into അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഏത് വരും? 4, 3, 5, 2. ദെൻ പ്ലസ് -3 വരുന്നത്. സോ -3 into ഏത് ഡിറ്റർമിനന്റ് വരും? 4 - 1 3 6. Is it clear? Yes, ma'am. Okay, എന്നാ തന്നെ ചെയ്തേ. എല്ലാരും ചെയ്ത് പോണം കേട്ടോ. 1 is in the office. I think പേര് ഓർമ്മയില്ല, ഞാൻ ആരോ ഒരാൾ ഓഫീസിലാന്ന് പറയുന്നു. അദ്ദേഹം സമയം കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഓഫീസിലിരിക്കുന്ന ആള് ഇന്ന് തന്നെ ചെയ്തു പോകെങ്കിൽ നമ്മുടെ മെമ്മറിയിൽ അത് നന്നായി കിടക്കും. അല്ലെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമുള്ളൂ. നിങ്ങൾ നാളെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് പെർസെൻറ്റേജ് പോകും. ടൈം ഡിലേ വരുന്ന അനുസരിച്ച് നമ്മൾ അത്രയും നമ്മുടെ മെമ്മറി എന്നുള്ള ആ ഇത് പോവും. അതുകൊണ്ട് നിങ്ങൾ നിവൃത്തി ഉണ്ടെങ്കിൽ ഇന്ന് തന്നെയേ അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ പോകുന്നതിൻ്റെ എല്ലാത്തിൻ്റെ ഒരെണ്ണമെങ്കിലും എക്സാമ്പിൾ, നമ്മൾ ക്ലാസ്സിൽ ചെയ്തതല്ല അല്ലാതെ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യുക. പിന്നെ നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ സമയം ഫ്രീ ടൈം കണ്ടെത്തുക, ആ സമയത്തിനെ എടുത്ത് ബാക്കി പ്രോബ്ലംസ് ഒക്കെ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റായിട്ടും വളരെ കറക്റ്റായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ.
ഹലോ, ചെയ്തോ? -110 അതെ, -110 കിട്ടിയോ കുട്ടികളെ? ഹലോ, ഹലോ, ഹലോ. ഇതാരാ 110 പറഞ്ഞതാരായിരുന്നു? ദീപു ആണോ? ഓക്കെ. വാട്ട് അബൌട്ട് അതേഴ്സ്? ഹലോ, ചെയ്യുന്നുണ്ടോ ബാക്കിയുള്ളവര്? പ്ലീസ് റെസ്പോണ്ട്, എയ്തർ സേ യെസ് ഓർ നോ. ചെയ്തോണ്ടിരിക്കുകയാണ് മാം. ഓക്കെ. നമ്മളെല്ലാവരും കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്യാൻ നിങ്ങൾ നോക്കുക. നമ്മൾ ചെയ്യുമ്പോൾ ഇത്ര കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ലോ ആയിട്ട് തന്നെ ചെയ്തു. പക്ഷേ 1-2 പേരോട് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. നമ്മളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ എനിക്കും ഒരു കൺഫ്യൂഷനാണ്, നിങ്ങൾ എത്രയായി, നിങ്ങൾക്ക് എത്ര ഇതായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് ഒരു കൺഫ്യൂഷൻ എനിക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ. ഹലോ, വാട്ട് അബൌട്ട് അതേഴ്സ്? ലക്ഷ്മി ചെയ്യുന്നുണ്ട്. വാട്ട് അബൌട്ട് അതേഴ്സ്? അഭിജിത്ത്, ജേക്കബ്, സേതു, ലക്ഷ്മി. എന്തോ കിട്ടി. ഓക്കെ. വാട്ട് അബൌട്ട് 1-2 പേരോട് പറയൂ, കിട്ടിയോ ഇല്ലയോ, എന്തെങ്കിലും പറയൂ. ഹലോ, ഹലോ, പ്ലീസ് റെസ്പോണ്ട്. ജേക്കബ്, സജു, പവിത്ര. ഓക്കെ, അഭിജിത്ത് ചെയ്തു. നമ്മൾ പോട്ടെ അടുത്തതിലോട്ട്. ഹലോ, മുന്നോട്ട് പോട്ടെ. അപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഈ ന്യൂമറിക്കൽ നമ്പേഴ്സ് കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ട്. നമുക്ക് വേരിയബിൾസ് കയറി വരുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്തു പോവുകയും ചെയ്യണം. ഓക്കെ, കാരണം നമുക്ക് എല്ലാം ചെയ്യാനുള്ള സമയമില്ല. അല്ല, നമ്മൾ പല സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റാതായിപ്പോ. നൗ കം സി, നോക്ക്, കമ്പ്യൂട്ട് ദ ഫോളോയിങ് ഡിറ്റർമിനന്റ്. ഇതിന്റെ എല്ലാ ആൻസർ അവസാനം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതെല്ലാം ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഓക്കെ. Then come to the properties. Before studying some properties, we introduce the concept of minors and cofactors in evaluating determinants. Okay, now let us see what is a minor. If delta is a determinant, then the minor Mij of the element Aij. Aij എന്ന് പറയുന്ന elements are represented by Aij. ഓരോ എലിമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ ഉണ്ട്. That is denoted by capital Mij. Is the determinant obtained by deleting the ith row and the jth column of the determinant delta. Okay, for example, see, this is a determinant of order 3. That is, we have 3 rows and 3 columns are there. Then M21 is the minor of the element A21. Okay, so ഈ 21 ഏതാണ്? A21 ന്റെ മൈനർ ആണ്. സോ A21 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയും കോളവും മാറ്റി the remaining determinant, that is A12, A13, A32, A33. Okay, is it clear? Minor of an element. So for each element we can identify the minor of each element. Okay, M11, M12, M13, M21 for all I and J. Is it clear? Okay, ma'am. Okay. Similarly for M32 എന്ന് പറയുന്ന എലിമെന്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ എന്ന് പറയുന്ന ഏതാണ്? 11, 13, 21, 23. Is it clear? Okay. So നമ്മൾ ഓ ഡിറ്റർമിനന്റിന്റെ നമ്മൾ മുമ്പേ ഇവാലുവേറ്റ് ചെയ്ത സാധനം തന്നെയാണ് ഇത്, അല്ലേ? A11, M11 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
നമ്മൾ ഫസ്റ്റ് റോയ്ക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണ് A11 ഇൻറ്റു സി A11ന്റെ ഈ പാർട്ടാണ് M11 എന്ന് പറയുന്നത്. ദിസ് ഡിറ്റർമിനൻറ്റ് ഇസിൻറ്റ് ഇറ്റ് അല്ലേ? മൈനസ് A12 ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് റോയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ സി ഇതായിരിക്കും നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് അല്ലേ? ദെൻ ഈ പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? M11. ഈ പാർട്ട് എന്ന് പറയുന്നത് ആരാണ്? M12. വാട്ട് അബൌട്ട് ദിസ് വൺ? ദിസ് ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് M13. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അല്ലേ? നമ്മൾ യൂഷ്വലി ജനറലി നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സെയിം വേ. ആ എക്സ്പാൻഡ് ചെയ്യുന്ന ഓരോ പാർട്ടാണ് നമ്മുടെ മൈനസ് എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, ആ കമ്പയർ ചെയ്ത് ഓർത്തിരിക്കാൻ നമുക്ക് എളുപ്പമുണ്ട്. അതുപോലെ സെക്കൻഡ് റോയിൽ തേർഡ് റോയിൽ സെക്കൻഡ് റോയിൽ നോക്കിയേ മൈനസ്. മുമ്പ് ആദ്യത്തെ പ്രാവശ്യം നമുക്ക് മറ്റേ പേജിൽ നോക്കിയ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, പ്ലസ് കാണിച്ചു, 1 കാണിച്ചത്. ഇവിടെ കണ്ടോ? 3-1 3-2 3-3 ആ സൈൻ വന്നിരിക്കുന്നത് കണ്ടോ? അതായത് IJ ഓഡ് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, I പ്ലസ് ജെ ഓഡ് വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും, I പ്ലസ് ജെ ഈവൻ വരുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ ഓർത്തിരുന്നാൽ നമുക്ക് മിസ്റ്റേക്ക് വരാതെ നമുക്ക് എഴുതിപ്പോ. സി നമ്മള് എക്സ്പാൻഡ് ചെയ്തില്ലേ? ഫസ്റ്റ് റോയ്ക്ക് എക്സ്പാൻഡ് ചെയ്തു ദിസ് വൺ. സെക്കൻഡ് റോയ്ക്ക് ഡിറ്റർമിനെ എക്സ്പാൻഡ് ചെയ്താണ് ഇത്. ഇവിടെ ഞാൻ പറഞ്ഞ സൈനിന്റെ കാര്യമാണ് പറഞ്ഞത്. സെക്കൻഡ് റോയ്ക്ക് ചെയ്യുമ്പോൾ മൈനസ് A21 ഇൻറ്റു M21 നമ്മൾ എഴുതിയില്ലേ? ഇവിടെ മൈനസ് വന്നു, ഇവിടെ പ്ലസ് വന്നു, ഈ മൈനസ്. ഞാൻ പറയാം പ്ലസ് ഓർ മൈനസ് വരുന്നത് നമ്മൾ ഈ ഫസ്റ്റിന് ഇങ്ങനെ വരും, സെക്കൻഡിന് ഇങ്ങനെ വരും, തേർഡിന് ഇങ്ങനെ വരുമെന്ന് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ആ നെഗറ്റീവ് സൈനും പോസിറ്റീവ് സൈൻ വരുന്നത് I പ്ലസ് ജെ ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്തിട്ട് അങ്ങ് പോയച്ചാൽ മതി. I പ്ലസ് ജെ ഈവൻ ആണെങ്കിൽ അതായത് -1 I പ്ലസ് ജെ ആണ് ആ സൈൻ എന്ന് പറയുന്നത്. ഈവൻ ആണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ് ആയിരിക്കും, ഓഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി നെഗറ്റീവ് ആയിരിക്കും. റൈറ്റ്? അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ പ്ലസും മൈനസും ഒന്നും ഓർത്തിരിക്കാനായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. എന്തുകൊണ്ടാണ് പ്ലസ് വരുന്നത്, എന്തുകൊണ്ടാണ് മൈനസ് വരുന്നതിന്റെ റീസൺ ഇതാ, അത് ഓർത്തിരുന്നാൽ മതി. ഇസ് ഇറ്റ് ക്ലിയർ? Okay, then see, now come to another term, the cofactor Cij of the element Aij, minor നമ്മൾ കണ്ടു Mij, then cofactor of the element Aij denoted by capital Cij is the determinant. In the determinant delta is defined to be -1 I plus j Mij, where Mij is the minor of the എലിമെന്റ് Aij. ദാറ്റ് ഈസ് കോഫാക്ടർ എന്ന് പറയുന്നത് സൈൻഡ് മൈനർ എന്നാണ് നമ്മൾ ജനറലി പറയാറുള്ളത്. സൈൻഡ് മൈനർ, അതായത് അതിന്റെ സൈൻ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്ന പാർട്ട് എന്ന് പറയുന്നത് ഏതാണ്? -1 I plus j. ഇസ് ഇറ്റ് ക്ലിയർ? ഇല്ല, അത് മനസ്സിലായില്ല. കോഫാക്ടർ സി മൈനർ ഓഫ് ദി എലിമെന്റ് ഈസ് ഏതാണ്? നമ്മൾ മൈനറിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? Element is the determinant obtained by deleting the ith row and jth column. Minor മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, മൈനറിന്റെ അടുത്ത് സൈൻഡ് മൈനർ ആണ് നമ്മുടെ കോഫാക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോഫാക്ടർ Cij of the element Aij is the in the determinant delta is defined to be -1 I plus j into Mij. ഓക്കെ, നമ്മൾ ഇതിന് സൈൻ കൊടുക്കുന്നു. അതായത് നമ്മൾ സൈൻഡ് മൈനർ എന്നാ പറയുന്നത്. അതിന്റെ സൈൻ ക്ലിയർ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നു. സൈൻഡ് മൈനർ എന്നാണ് ജനറലി നമ്മൾ പറയാറുള്ളത് കോഫാക്ടറിനെ. ഇവിടെ കോഫാക്ടർ ആയിട്ട് തന്നെ നമ്മൾ എഴുതിപ്പോയി. പക്ഷെ അതിന്റെ സൈൻഡ് മൈനർ കൂടി വന്നു കഴിയുമ്പോൾ ദെൻ ഓക്കെ, ദാറ്റ് ഈസ് Cij ഈക്വൽ ടു Mij സൈൻ കൊടുക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് -1 I plus j into Mij എന്ന് പറയുന്നതാണ് സൈൻഡ് മൈനർ. ഓക്കെ, സോ ഡെൽറ്റയെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കിയേ A11, പിന്നെ ഇത് സൈൻഡ് മൈനർ, അതിന്റെ സൈൻ നമ്മൾ ഓൾറെഡി ക്ലാരിഫൈ ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ക്ലാരിറ്റി വരുത്തി കഴിഞ്ഞു. സോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ A11 C11 അതിന്റെ കോഫാക്ടർ ഫസ്റ്റ് റോയ്ക്കാണെങ്കിൽ A11 C11, A12 C12, A13 C13. ഇസ് ഇറ്റ് ക്ലിയർ? ഇത് സെക്കൻഡ് റോയ്ക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്തതാണ്.
ഇത് തേർഡ് റോയ്ക്ക് നമ്മൾ ഡിറ്റർമിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഈ C11 എന്ന് വെച്ചാ C11 എന്ന് പറയുന്നതാണ് നമ്മുടെ CIJ. M11 C11 എന്ന് പറയുന്ന ഏതാണ്? സൈൻഡ് മൈനർ. M11ന്റെ സൈൻ എന്താ നമ്മൾ കൊടുത്തിരിക്കും? -1 raised to I plus j. I plus j എന്ന് പറയുന്നത് ഏതാ? 1 plus 1. -1 raised to 1 plus 1 into M11 എന്ന് പറയുന്നതാണ് നമ്മുടെ കോഫാക്ടർ. C11 എന്ന് പറയുന്ന കോഫാക്ടർ ഓഫ് ദി എലിമെന്റ് A11. സി നമ്മുടെ CIJ ഇല്ലേ, നമ്മളിപ്പോ കോഫാക്ടറിനെ ഡിഫൈൻ ചെയ്തില്ല, ആ കോഫാക്ടർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഇതെല്ലാം നമ്മൾക്ക് എവിടെ വരുന്നത്? നമ്മൾ ആദ്യമേ എക്സ്പാൻഡ് ചെയ്തില്ലായിരുന്നോ? A11 into എക്സ്പാൻഡ് ചെയ്തില്ല. ആ സെയിം സാധനമാണ് ഇതെല്ലാം താഴ്ത്തു വരുന്നത്. അതിനൊക്കെ ഓരോ നെയിം വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി മൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ എലിമെന്റിനെ ഒഴിവാക്കിയിട്ടുള്ള ഡിറ്റർമിനന്റ് പാർട്ട്. ദെൻ കോഫാക്ടർ എന്ന് പറയുമ്പോൾ ഓരോ എലിമെന്റിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് സൈൻഡ് മൈനർ ആണ്. സോ കോഫാക്ടർ ആയിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, A11 into C11, A12 into C12, ദെൻ അവിടെ സൈൻഡ് മൈനർ ആയി കോഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സൈനെ പറ്റി ബോധർ ചെയ്യേ വേണ്ട, എല്ലാം പ്ലസ് ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഇവിടെ നമ്മൾ നോക്ക്, എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് റോയിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ A11 M11 മൈനസ് A12 M12. ഇവിടെ ഈ മൈനസ് വന്ന എന്തുകൊണ്ടാ? ഈ എലിമെന്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഈ എലിമെന്റ് സൈൻ വന്നതുകൊണ്ട് പിന്നെ നമ്മൾ സൈനെ പറ്റി ബോധർ ചെയ്യേ വേണ്ട, പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അത് മുഴുവൻ പ്ലസ് ആയി മാറും. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് ഫസ്റ്റ് റോ കൊണ്ടോ ഫസ്റ്റ് കോളം കൊണ്ടോ എന്തുകൊണ്ട് വേണേലും എക്സ്പാൻഡ് ചെയ്യാം. ഇനി കോളം കൊണ്ട് എക്സ്പാൻഡ് ചെയ്തിരിക്കുന്നതാണ് ഏതാ? 1 1 2 1 3 1. നോക്കിയേ, 1 1 into C11, 2 1 A21 ദാറ്റ് എലിമെന്റ് ഇൻറ്റു അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഫാക്ടർ. A31 into ഇത് C31 ആണ് കേട്ടോ, A അല്ല, അതിന്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ. ഇവിടെ A എന്ന് എഴുതിയിരിക്കുന്നല്ലേ, ഇതെല്ലാം C ആ കേട്ടോ, A അല്ല. എലിമെന്റ് ഇൻറ്റു ഇറ്റ്സ് കോഫാക്ടർ. ക്ലിയർ ആയോ? അത് നമ്പർ ഇട്ടുള്ളതൊന്ന് കാണിക്കുവാണെങ്കിൽ. ഏതാണ്? അല്ല, ഇങ്ങനെ ഒരു നമ്പർ ഉള്ളതാണെങ്കിൽ. നമ്പർ നിർദ്ദേശം ഡിറ്റർമിനന്റ് ഒരു എക്സാമ്പിൾ ചെയ്യാനാണോ? അത് തന്നെ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്ത് മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം ക്ലാരിറ്റി വരികയും ചെയ്യും, പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകത്തുമില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് എളുപ്പം ഉണ്ടാവും. ഓക്കെ, സി റൈറ്റ് ഡൗൺ ദ മൈനർ ആൻഡ് കോഫാക്ടർ. മൈനറും കോഫാക്ടറും എഴുതണോ? നമുക്ക് ഒരെണ്ണത്തിനെ ഇവാലുവേറ്റ് ചെയ്ത് പോയാൽ മതിയോ? ഏതാ വേണ്ടേ? ഇവാലുവേറ്റ് ചെയ്തു. അല്ല, മൈനറും കോഫാക്ടറും എഴുതി നോക്കാം. ഞാൻ വരാം. നമുക്ക് ഒരെണ്ണം ഇവാലുവേറ്റ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ ഇവാലുവേറ്റ് ചെയ്ത ഡിറ്റർമിനന്റ് അല്ല, നമ്മളിപ്പോൾ ചെയ്ത് നമ്മൾ ചെയ്ത് തന്നെ എഴുതി വേണം. ഇപ്പം നമ്മൾ ഒരെണ്ണം ചെയ്തില്ലായിരുന്നു എക്സ്പാൻഡ് ചെയ്തത്. നമ്മൾ ആ എക്സ്പാൻഡ് ചെയ്ത് തന്നെയാണ് ആക്ച്വലി ഇവിടെ വരുന്നത്. മനസ്സിലായോ? നമ്മൾ ആ എക്സ്പാൻഡ് ചെയ്തതിനെ നമ്മൾ പേരുകൾ ഇട്ട് സൈൻ മൈനർ കോഫാക്ടർ എന്നൊക്കെ പേരുകൾ ഇട്ട് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. സെയിം തിങ് ആണ് പോയത്. ഇനി വേണം ഇവിടുത്തെ ഈ ഒരു എക്സാമ്പിൾ നമുക്ക് വേണം ചെയ്യാം. റൈറ്റ് ഡൗൺ ദ മൈനർ ആൻഡ് കോഫാക്ടർ ഓഫ് ദി ഈച്ച് എലിമെന്റ്. അപ്പോൾ മൈനർ ആൻഡ് കോഫാക്ടേഴ്സ് ആർ ഡിഫൈൻഡ് ഫോർ ഈച്ച് എലിമെന്റ്. അപ്പൊ 3 A11ന്റെ മൈനർ എന്ന് പറയുന്നത് ഏതാണ്? A11 മാറ്റി ബാക്കി വരുന്നത് M11 എന്ന് പറയുന്ന A11ന്റെ മൈനറാണ് അല്ലേ? A12ന്റെ മൈനർ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് 2 അല്ലേ? Then A21, this is 21. 21ന്റെ മൈനർ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് -1, that is equal to -1. Then A22ന്റെ മൈനർ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് ഓഫ് 3, which is equal to 3. ഇനി കോഫാക്ടർ എന്ന് പറയുന്നത് ഏതാ? സൈൻഡ് മൈനർ ആണ് കോഫാക്ടർ എന്ന് പറയുന്നത്. C11 equal to -1 raised to -1 raised to 1 plus 1 into M11. ഇത് C11 into എന്നാ കേട്ടോ. ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്കാ കേട്ടോ. C11 equal to -1 raised to 1 plus 1 into M11. That is -1 square into 5 equal to 5. Is it clear? Okay, ma'am. അപ്പൊ ഇതെല്ലാം
പ്ലസ് അല്ല കേട്ടോ. C12 ഈക്വൽ ടു ദിസ് ഇൻറ്റു M12. C11 പ്രിന്റിംഗ് മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക. C11 ഈക്വൽ ടു -1 റേസ് ടു I പ്ലസ് ജെ. I പ്ലസ് ജെ എന്ന് പറയുന്നത് ഏതാ? 1 + 1 ഇൻറ്റു M11 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഇതാ ഈ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ചെയ്ത് പോകണം കേട്ടോ, കൺഫ്യൂഷൻ ഉണ്ടാവുക. -1 റേസ് ടു 2 ഇൻറ്റു M11 എന്ന് പറയുന്നത് ഏതാ? 5. ദാറ്റ് ഈസ് വിച്ച് ഈസ് ഈക്വൽ ടു 5. Is it clear? Yes, ma'am. ഓക്കെ. ജസ്റ്റ് ഒന്ന് എഴുതിപ്പോ. ഇതൊരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഒരു മെട്രിക്സ് ഇവാലുവേഷൻ ഒന്നും അതിനകത്ത് കയറി വരുന്നില്ല. എഴുതിയോ? ആമാം. പോകാം. വാട്ട് അബൌട്ട് അതേഴ്സ്? കിട്ടിയില്ലേ? ഹലോ? Yes, ma'am. ഓക്കെ. അപ്പോൾ നമുക്ക് now let us move to the properties of determinant. First one, the determinant remains unaltered if its rows are changed into columns and the columns into rows. Rows and columns നെ interchange ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂവിന് ഡിറ്റർമിനന്റ് ആക്ച്വലി ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ന്യൂമറിക് വാല്യൂ അല്ലേ? പിന്നെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടുക ചെയ്യുന്ന ഡിറ്റർമിനന്റ് അല്ലേ? ഇതിന്റെ വാല്യൂവിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. Okay, that is one property. That is the reflection property. Then second property, if all the elements of a row or column are 0, then the determinant is 0. Okay, ശരിയല്ലേ? ഈ റോയോ കോളോ ഏതെങ്കിലും ഒരെണ്ണം മുഴുവൻ 0 ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഫസ്റ്റ് റോ വെച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ 0 ഇൻറ്റു ബാക്കി 0 ഇൻറ്റു 0 ഇൻറ്റു റൈറ്റ്? ഇസ് ഇറ്റ് ക്ലിയർ? അല്ലെ? ഏതെങ്കിലും ഒരു റോയോ ഒരു കോളോ 0 ആയാൽ definitely this value is 0. Then come to property 3. If the elements of a row or column are proportional or identical to the elements of some other row or column, then the determinant is 0. Okay, is it clear? അതെങ്ങനെ വരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി നമ്മളിപ്പോൾ ഒരു ഡിറ്റർമിനന്റ് നമ്മുടെ കയ്യിലുണ്ട് 1 2 then 2 4. ഓക്കെ, അപ്പൊ നമുക്ക് ഡിറ്റർമിനന്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് വന്നിട്ട് ഞാൻ പറയാം സ്കേലാർ മൾട്ടിപ്പിൾ അല്ല. ഓക്കെ, വേണ്ട. ഇവിടെ ഫസ്റ്റ് റോയെ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഡിറ്റർമിനന്റ് വാല്യൂ ഡിറ്റർമിനെ നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് റോ ഏതെങ്കിലും ഒരു റോയെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാ എലിമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് റോയെ നമ്മൾ R1 ഇൻറ്റു 2 ചെയ്യുകയെന്ന് വിചാരിക്കുക. ഫസ്റ്റ് റോ ഇൻറ്റു 2. സോ ഇതെന്ത് സംഭവിക്കും? ഇത് 2 ആകും,
ഇത് 4 ആണ്. 4 ആകും അല്ലേ? ഉം. ദെൻ ഉം. നമുക്ക് നമ്മുടെ ലീനിയർ എന്താ പറയാ ട്രാൻസ്ഫോർമേഷൻ പ്രോപ്പർട്ടീസ് അനുസരിച്ച് നമ്മൾ അതിലോട്ടൊക്കെ വരുന്നേ ഉള്ളൂ. എലിമെന്ററി റോ ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ പഠിച്ചിട്ടില്ലേ നമ്മള്? 2 റോ തമ്മിൽ ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, സോ ഈ 2 റോ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? R1 മൈനസ് R2 ചെയ്യുകയെന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? R1 ബിക്കം, അത് 0 ആയി. ഇത് 0 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 0 ആയി മാറിയില്ലേ? മനസ്സിലായില്ലേ? അത് ആ പ്രോപ്പർട്ടിയിൽ നമ്മൾ ആ സ്കേലാർ മൾട്ടിപ്പിൾ പ്രോപ്പർട്ടിയിലോട്ട് നമ്മൾ വരുന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഈ എക്സാമ്പിൾ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്നുള്ളതാ. ഇഫ് ദി എലിമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം ആർ പ്രൊപ്പോർഷണൽ ഓർ ഐഡന്റിക്കൽ, ഇത് നമ്മളിപ്പോൾ എഴുതിയപ്പം പ്രൊപ്പോർഷണൽ ആയിരുന്നു. ഐഡന്റിക്കൽ എന്ന് പറഞ്ഞാൽ ബോത്ത് ആർ ഈക്വൽ, ഓരോ കറസ്പോണ്ടിങ് എലിമെന്റ്സ് ഈക്വൽ ആക്കി കൊണ്ടുവരിക. അതായത് പ്രൊപ്പോർഷൻ ആണെങ്കിലും നമുക്ക് ഈക്വൽ ആക്കി കൊണ്ടുവരാൻ പറ്റും, അതാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഐഡന്റിക്കൽ ആക്കി കൊണ്ടുവരാം. ടു ദ എലിമെന്റ് ഓഫ് സം അതർ റോ ഓർ കോളം, ദെൻ ദ ഡിറ്റർമിനന്റ് ഈസ് 0. ഓക്കെ, അപ്പം പ്രൊപ്പോർഷണൽ ആവുകയോ സെയിം ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി 0 ആയിരിക്കും. ഓക്കെ, now come to interchange of any 2 rows or columns of the determinant changes its sign. അതിന്റെ സൈൻ ചേഞ്ച് ചെയ്യും ഡിറ്റർമിനന്റ് വാല്യൂ. ഓക്കെ, നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ സപ്പോസ് ഒറിജിനൽ തന്നിരിക്കുന്ന ഡിറ്റർമിനന്റ് 5 ആണെങ്കിൽ അതിന്റെ റോയോ കോളോ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ 5 എന്നുള്ളത് സൈൻ ചേഞ്ച് ആയി -5. അതെന്തുകൊണ്ടാ? സി, നമ്മൾ ഫസ്റ്റ് റോ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുമ്പം A11 ഇൻറ്റു ഡിറ്റർമിനന്റ് ഫാർ അല്ലെ M11 എഴുതി അല്ലേ? ദെൻ മൈനസ് A12 അല്ലേ നമ്മൾ എഴുതിയത്, ഇൻറ്റു M12 എഴുതി അല്ലേ? ഓക്കെ, ഈ A12 എന്ന് പറയുന്ന നമ്മൾ 2 റോയെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ എന്തായി മാറും? ഇത് A12 എന്ന് പറയുന്ന മറ്റേടത്ത് A21 ആയിട്ട് മാറുമായിരിക്കും. അല്ലെങ്കിൽ A12 എന്ന് പറയുന്നത് ഇപ്പുറത്ത് 22 ആയി മാറും. എനി 2 റോയെ നമ്മൾ ഫസ്റ്റ് റോയെ സെക്കൻഡ് റോയും കൂടി ഇന്റർചേഞ്ച് ചെയ്യാന്ന് വിചാരിക്കുക. ദെൻ A12 എന്ന് പറയുന്നത് താഴെ ഇവിടെ A22 വരും. അപ്പൊ ആ സൈൻ മാറിയില്ലേ? മനസ്സിലായോ? -1 I+J എന്ന് പറയുന്ന സൈൻ മാറിപ്പോ അവിടെ. അതുകൊണ്ടാണ് അതിന്റെ വാല്യൂവിന് ചേഞ്ച് ഒന്നും ഇല്ലെങ്കിലും അതിന്റെ സൈൻ ചേഞ്ച് ആവും എന്ന് പറയുന്നത്. ഡിറ്റർമിനന്റ് ചേഞ്ചസ് ഇറ്റ്സ് സൈൻ. വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവില്ല, ഈ ന്യൂമറിക് വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂവിന് വ്യത്യാസം ഉണ്ടാവില്ല, പക്ഷെ അതിന്റെ സൈൻ വിൽ ബി ചേഞ്ച്ഡ്. ഇസ് ഇറ്റ് ക്ലിയർ? Okay. Now come to the scalar multiple property. If all the elements of a row or column of a determinant are multiplied by a non-zero constant, then the determinant gets multiplied by the same constant. മുമ്പേ നമ്മൾ പറഞ്ഞു അല്ലേ, ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു റോയോ ഒരു കോളത്തിനെ സീറോ എലമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിൽ നമുക്ക് എളുപ്പം 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മുഴുവൻ അങ്ങ് 0 ആകും. ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി 0 അല്ലേ? ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ഏതെങ്കിലും നോൺ സീറോ എലിമെന്റ് കൊണ്ട് നമുക്ക് if all the elements of a row or column of a determinant are multiplied by a non-zero constant, then the determinant gets multiplied by the same constant. അതായത് നമ്മളിപ്പോൾ A11, A12, A13 എന്ന് പറയുന്ന ഫസ്റ്റ് റോയെ സപ്പോസ് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു നമ്മുടെ ഒറിജിനൽ ഡിറ്റർമിനന്റ്. ദെൻ ഇതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു ഇതിന്റെ വാല്യൂ എത്രയാണോ അതിന്റെ 3 ടൈംസ് ആയിരിക്കും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത, അതായത് നമ്മുടെ റിവൈസ്ഡ് ആയിട്ടുള്ള ഡിറ്റർമിനന്റ് വാല്യൂ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, നമ്മൾ ഏതെങ്കിലും ഒരു റോ ഓർ കോളത്തിനെ സപ്പോസ് നമുക്കിവിടെ ഒരു ഡിറ്റർമിനന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4. ഓക്കെ, ദിസ് ഈസ് വൺ ഡിറ്റർമിനന്റ്. ഇതിനെ നമ്മൾ ഈ ഡിറ്റർമിനന്റ് വാല്യൂ എന്ന് പറയുന്നത് എത്ര വരും? 1 ഇൻറ്റു 4 മൈനസ് 3 ഇൻറ്റു 2 6 അല്ലേ? അപ്പൊ 4 മൈനസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? -2 വരും. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സപ്പോസ് നമ്മുടെ ഫസ്റ്റ് റോയെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്താവും? ഇത് 1 ഇൻറ്റു 2, ഇത് 2 ഇൻറ്റു 2 അല്ലേ? ഇനി ഡിറ്റർമിനന്റ് ഒന്ന് ഇവാലുവേറ്റ് ചെയ്തേ. ഇത് എത്രയാവും? 2 ഇൻറ്റു 4 8 മൈനസ് 4 ഇൻറ്റു 3 എത്രയാവും? 12. വാട്ട് ഈസ് ദാറ്റ്? 8 മൈനസ് 12 മൈനസ് 4. സി, നമ്മുടെ ഈ റോയെ 2 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്ത്.
അപ്പൊ ആ ഡിറ്റർമിന്റെ വാല്യൂയിൽ വന്ന വ്യത്യാസം കണ്ടോ? ഒറിജിനൽ ഡിറ്റർമിൻ -2 ആയിരുന്നു. നമ്മൾ ഈ റോയെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഈ ഒറിജിനൽ ഡിറ്റർമിനെ അതിന്റെ ആ സെയിം ഇവിടെ എന്താണോ മൾട്ടിപ്ലൈ ചെയ്ത് ആ മൾട്ടിപ്ലൈക്ക് ഇവിടെ കയറി വരുന്ന ആൻസറിന്റെ വാല്യൂ. ശരി ശരി. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ ഓക്കെ, എന്ത് ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ ഓൾ ദി എലിമെന്റ്സ് ഓഫ് എ റോ ഓർ കോളം, ഈ റോയിൽ വരുന്ന പ്രോപ്പർട്ടീസ് എല്ലാം കോളത്തിനും ബാധകമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നത്. റോയ്ക്ക് വരുന്ന എല്ലാ പ്രോപ്പർട്ടീസും കോളത്തിനും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, so if all the elements of a row or column of a determinant are multiplied by a non-zero constant, zero constant കൊണ്ട് 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടില്ല, then the determinant gets multiplied by the same constant. Okay, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് determinant value is multiplied by 2. -2 എന്ന് പറയുന്നത് ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് -4 ആയി. Is it clear? Okay, ma'am. Okay. Then hello. ഡിസ്റ്റർബൻസ് ഉണ്ട്, അപ്പൊ ഞാൻ ഓർത്ത് എന്തെങ്കിലും ചോദിച്ചാൽ. ഓക്കെ, now come the sum property, that is first see this is the given determinant. ഈ ഡിറ്റർമിനെ നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി വെക്കുകയാണ്. A1 ഫസ്റ്റ് റോയെ A1 A2 A3 B1 B2 B3 എന്ന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടെങ്കിൽ സി നമുക്ക് ഡിറ്റർമിനെ ഇങ്ങനെ 2 ഡിറ്റർമിനന്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് തന്നെ എഴുതാം. ഓക്കെ, ഈ ഡിറ്റർമിനെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതാൻ പറ്റും. സെയിം ആയിരിക്കും വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ. ഓക്കെ, is it clear? Yes, ma'am. Hello. Okay, then property of invariance, that is we have a given determinant, that is ഇതിന് ഈ ഡിറ്റർമിനന്റ് ഈക്വൽ ആയിരിക്കും ഏതാണ്? ഈ റോയെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇതിൻ്റെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാലും ഡിറ്റർമിനന്റ് വാല്യൂ will not change. വാല്യൂ ചേഞ്ച് ചെയ്യല്ല, k ടൈംസ്. ഓക്കെ, ഇതാ. See, this determinant remains unaltered by adding to a row k times some different row. ഹലോ. ഒന്നുകൂടെ പറയാമോ? അത് ഇത് k ടൈംസ് ഇത് ദിസ് ഈക്വൽ ടു k ഇൻറ്റു ഡിറ്റർമിനന്റ് വരുന്നത് കേട്ടോ. ദിസ് ഈസ് ദ ഡിറ്റർമിനന്റ് റിമെയിൻസ് അൺആൾട്ടർഡ് ബൈ ആഡിങ് ടു എ റോ k ടൈംസ് അല്ല, ആക്ച്വലി ഡിറ്റർമിനന്റ് ഈക്വൽ ടു k ഇൻറ്റു ദ ഡിറ്റർമിനന്റ് വരുന്നത്. നമ്മൾ മുമ്പേ ചെയ്ത് കണ്ടതല്ലേ കേട്ടോ, k ടൈംസ്. ഇത് ആക്ച്വലി ഇതിനെ ഇവിടെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാ. ഓക്കെ, സോ ഇറ്റ് വിൽ ബി k ഇൻറ്റു ഡിറ്റർമിനന്റ്. ഈ ഡിറ്റർമിനന്റ് ആയിരിക്കും. ഇഫ് ദിസ് ഈസ് ദ ഒറിജിനൽ ഡിറ്റർമിനന്റ്, കോളത്തിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടാമത്തെ കോളത്തിന് സെക്കൻഡ് കോളത്തിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ ഫസ്റ്റ് കോളത്തിന്റെ കറസ്പോണ്ടിങ് വാല്യൂസ് തമ്മിൽ ആഡ് ചെയ്തു. ഓക്കെ, ദെൻ അതിന് ചേഞ്ച് വരികയില്ലെന്നുള്ളതല്ല, k ടൈംസ് ആയിരിക്കും ഇത്. k ഇൻറ്റു ഡെൽറ്റ ആയിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ? അതിപ്പം ഫസ്റ്റ് റോയിനെയല്ല ചെയ്തേക്കുന്നത്, അല്ല കോളത്തിന്. അല്ല ഫസ്റ്റ് കോളത്തിന് ചേഞ്ച് വരുത്തി. എന്താ ചേഞ്ച് വരുത്തിയത്? സെക്കൻഡ് കോളത്തിനെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തമ്മിൽ ആഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമ്മൾ ഈ മുമ്പേ നമ്മൾ ചെയ്തപ്പോ k ടൈംസ് ഒരു വ്യത്യാസം വന്ന് ഓർക്കുന്നുണ്ടോ? k -4 ആയി വന്നത്, ഇവിടെ 2 എന്ന് പറയുന്ന -4 ആയി വന്ന് ഓർക്കുന്നുണ്ടോ? ആ സെയിം വ്യത്യാസം ഇവിടെ k ടൈംസ് തന്നെ വരും. k ഇൻറ്റു ഡെൽറ്റ വരും. കാരണം ചോദിച്ചാൽ ഇവിടെ നമ്മൾ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. Is it clear? ഹലോ, ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ ആയിട്ട് കാണിക്കാവോ ചെറിയ? അത് നമ്മളിപ്പോ ഈ ചെയ്ത എക്സാമ്പിൾ അല്ല, നമുക്ക് താഴോട്ട് വരുമ്പോൾ ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ, ഈ ചെയ്ത അത് സെയിം തന്നെയാണ്. പക്ഷെ ഇവിടെ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് എഴുതി വെച്ചു.
ഇവിടെ നമ്മൾ ഇതിനെ ആ. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് രണ്ടായിട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്താ വരുന്നത്? A1 B1 ഇതിന്റെ പ്ലസ് K ഇൻറ്റു അടുത്തത് വരും. മനസ്സിലായില്ലേ? ഓക്കെ. Okay, then now come to the triangle property. That is, if all the elements of a determinant above or below the main diagonal consists of 0, then the determinant is equal to the product of the diagonal elements. That is, see for example, okay. If all the elements of a determinant below and above the diagonal elements എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് പ്രിൻസിപ്പൽ diagonal elements അല്ലേ? A11, A12, A13 എന്ന് പറയുന്നതാണ് നമുക്കറിയാം പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലേ? അതിന്റെ ലോവർ പാർട്ട് ഫുൾ 0 ആവുകയോ അപ്പർ പാർട്ട് ഫുൾ 0 ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ ദ ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് ആയിരിക്കും. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, അത് ഇത് നോക്കിക്കേ, ഇതിനെ നമ്മളൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് നോക്കിയേ, ഡയഗണൽ എലമെന്റിന്റെ മെയിൻ ഡയഗണൽ എലമെന്റിന്റെ ഓൾ ദി ഡിറ്റർമിനന്റ് എബോവ് ഓർ ബിലോ ദ ഡയഗണൽ എലമെന്റ്സ് ആർ 0. ഇവിടെ നോക്കിയേ, ഈ ഡയഗണൽ എലമെന്റിന്റെ ബിലോ പാർട്ട് മുഴുവൻ 0 ആയാ വന്നിരിക്കുന്നത് അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് കോളം കൊണ്ടൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയേ. ഏതുകൊണ്ട് ചെയ്താലും ഡിറ്റർമിനന്റ് വാല്യൂവിന് വ്യത്യാസമൊന്നും ഉണ്ടാവത്തില്ല. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഫസ്റ്റ് കോളം കൊണ്ട് ചെയ്യുക. A11 ഇൻറ്റു അല്ലേ, ഇവിടെ നമ്മൾ A1 ഇൻറ്റു നമ്മുടെ ഡിറ്റർമിനന്റ് ഏത് വരും? ഇതങ്ങ് പോയി കഴിഞ്ഞാൽ B2 D3 A1 A2 A3 B1 B2 B3 ഇത് B3 ആണേ, B3. ഓക്കെ, അപ്പൊ B2 B3 0 D3 വരുന്നത് ഡിറ്റർമിനന്റ് അല്ലേ? ദെൻ -0 ഇൻറ്റു ആ ടേമേ 0 ആയിപ്പോയി, പ്ലസ് 0 ഇൻറ്റു അതും 0 ആയിപ്പോ. ഇസ് ഇറ്റ് ക്ലിയർ? സി, ഇതിനെ നമ്മൾ ഫസ്റ്റ് കോളം കൊണ്ടൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. സോ നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്ത് വരും? A1 ഇൻറ്റു ഡിറ്റർമിനന്റ് B1 B3 0 D3 അല്ലേ? ദെൻ ഏത് വരും? മൈനസ് ദിസ് സെക്കൻഡ് എലിമെന്റ് -0 ഇൻറ്റു ഒരു ഡിറ്റർമിനന്റ്, അത് 0 ആയിപ്പോ. ദെൻ പ്ലസ് 0 ഇൻറ്റു വേറൊരു ഡിറ്റർമിനന്റ്, അതായത് ഈ 0 ഇല്ലാത്തൊരു ഡിറ്റർമിനന്റ് അല്ലേ? ഈ ഡിറ്റർമിനന്റ് എത്ര വന്നാലും 0 ഇൻറ്റു 0 അല്ലേ വരുന്നത്? അപ്പൊ നമുക്ക് ആക്ച്വലി ഇതേ ഉള്ളൂ. ഇനി ഇവിടെ ദിസ് ഈസ് B1 ആയിരുന്നു, B2 ദിസ് ഈസ് B2. ഓക്കെ, സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും? A1 ഇൻറ്റു B1 D3 B2 D3 അല്ലേ? A1 B2 D3. ഇത് D എന്ന് എഴുതിയത്, ഇപ്പുറത്ത് C ആയിരുന്നു. A3 B3 C. ഇവിടെ ഇങ്ങനെ, അത് കുഴപ്പമില്ല. അത് അവര് എഴുതിയിരിക്കുന്ന എലമെന്റിന്റെ അകത്ത് വ്യത്യാസമേ ഉള്ളൂ. വാട്ടവർ ഇത് A1 A2 ഇങ്ങനെ അവർ എഴുതിപ്പോയി, ഇതിനകത്ത് നേരെ തിരിച്ചു എഴുതിപ്പോയി. മനസ്സിലായോ? വാട്ടവർ ഈ ഡയഗണൽ എലമെന്റ്സിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും A1 B2 D3 അല്ലേ? മനസ്സിലായോ? ഇനി ഇവിടെയാണേലും നോക്കിക്കേ, ഈ ഫസ്റ്റ് റോ കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ A1 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ദിസ് പ്ലസ് 0 ഇൻറ്റു വേറെ ഡിറ്റർമിനന്റ് -0 പ്ലസ് 0 ദിസ് -0 ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ദിസ്, ദെൻ പ്ലസ് 0 ഇൻറ്റു അനദർ ഡിറ്റർമിനന്റ്. ആ രണ്ട് ടേമും അങ്ങ് 0 ആവും. പിന്നെ നമുക്ക് ഏതാ ഉള്ളത്? A1 ഇൻറ്റു ദിസ് ഡിറ്റർമിനന്റ്, ദാറ്റ് ഈസ് B2 C3 -0 ഇൻറ്റു, സോ A1 B2 C3. Is it clear? അപ്പൊ ഡയഗണൽ എലമെന്റ്സിന്റെ എബോവ് ഓർ ബിലോ സീറോസ്, എല്ലാ എലമെന്റ്സും സീറോസ് വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് നമ്മൾ വേറെ എക്സ്പാൻഡ് ചെയ്യേണ്ട സമയം കളയേണ്ട കാര്യമേ ഇല്ല. പ്രോഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് എന്ന് എഴുതി വെച്ചാൽ മതി. ഡിറ്റർമിനന്റ് വാല്യൂ വിൽ ബി ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, now come to evaluate the determinant. ഒരു 3/3 ഡിറ്റർമിനന്റ് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്ക്, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഇതിന്റെ അകത്ത് ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആ റോ ആൻഡ് കോളത്തിനെ, നമ്മൾ ആ പ്രോപ്പർട്ടി പഠിച്ചതിന്റെ നമുക്കറിയാം, റോ ഓർ കോളത്തിനെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം, നോൺ സീറോ എലിമെന്റ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യാം അല്ലേ? എനി 2 റോസ് ഓർ എനി 2 കോളംസ്. റോയും കൂടിയേ ചെയ്യാൻ പറ്റുള്ളൂ,
കോളവും കൂടെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല ഒരു റോയും ഒരു കോളവും എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ ഓക്കെ. ഇനി ഇവരെന്താ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എലമെന്റ്സിനെ ഇതുകൊണ്ട് ഒരു ഫസ്റ്റ് കോളത്തിലെ എലമെന്റ്സിനെ 0 ആക്കാനായിട്ട് ചെയ്തിട്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരുന്നു. ഈ ഒരു എലമെന്റ് മാത്രം നോക്കി ചെയ്താൽ മതി. അത് നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കേണ്ട. ഫസ്റ്റ് റോ കൊണ്ടോ ഫസ്റ്റ് കോളം കൊണ്ടോ ഡയറക്ട്ലി അങ്ങ് ചെയ്ത് പൊക്കോളുക. ഇവിടെ ഇവാലുവേറ്റ് ചെയ്ത് ഡിറ്റർമിൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഫസ്റ്റ് റോ, ഇനി ഏതെങ്കിലും ഒരു റോയിലോ കോളത്തിലോ സീറോസ് ഉള്ള ഒരു എലമെന്റ് ആണ് വരുന്നുണ്ടെങ്കിൽ ആ റോ കൊണ്ട് അല്ലെങ്കിൽ ആ കോളം കൊണ്ട് അങ്ങ് എക്സ്പാൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് പിന്നെ ഒരെണ്ണം 0 കയറി വരുന്നതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ടാകും കാൽക്കുലേഷൻ. ഈസ് ഇറ്റ് ക്ലിയർ? ഹലോ ഹലോ ഒന്നുകൂടെ ഹലോ. പറയാം. നമുക്കൊരു ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുക ഈ എലമെന്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം 0 വന്നിട്ടുണ്ടെങ്കിൽ ആ 0 ഇൻക്ലൂഡ് ചെയ്യുന്ന റോയോ കോളം കൊണ്ടോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. മോർ ദാൻ 0 ഉണ്ടെങ്കിൽ ആ മോർ ദാൻ 0 ഇൻക്ലൂഡ് ചെയ്യുന്ന റോ ഓർ കോളം കൊണ്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 0 ഇൻറ്റു പ്ലസ് 1 ഇൻറ്റു ഈ ഡിറ്റർമിനന്റ് മാത്രമേ കയറി വരുന്നുള്ളൂ. മനസ്സിലായോ? അങ്ങനെ അവർ കൺവേർട്ട് ചെയ്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ആ കൺവേർഷൻ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി ചെയ്തോളുക. 4 ഇൻറ്റു ഏതാണ് ഡിറ്റർമിനന്റ്? 6 4 5 മൈനസ് 5 ഇൻറ്റു സെക്കൻഡ് വൺ അല്ലേ? ഇത് A12 വന്നതുകൊണ്ടാണ് A12 വരുമ്പോൾ 2 + 1 ഓഡ് നമ്പറാ, അതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് വരുന്നത്. -5 ഇൻറ്റു തെറ്റിപ്പോരുത്, ഡിറ്റർമിനന്റ് എടുക്കോ. -5 ഇൻറ്റു ഡിറ്റർമിനന്റ് ഏത് വരും? 5 4 6 5 പ്ലസ് 6 ഇൻറ്റു ഏത് വരും? ഇത് രണ്ടും അങ്ങ് പോകും. 5 6 6 4 അല്ലേ? അപ്പൊ അത് നിങ്ങൾ ഡയറക്ട്ലി അങ്ങ് ചെയ്തു പോയാലും മതി. കാരണം ചോദിച്ചാൽ നിങ്ങൾ ഇതിന്റെ അകത്ത് ഈ പറഞ്ഞ ചേഞ്ച് നിങ്ങൾ വരുത്തുന്ന ആ ഒരു എഫേർട്ട് ഇതിൻ്റെ അകത്തും വരുന്നുള്ളൂ. പിന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവേണ്ട, ഇത് എന്തുകൊണ്ട് ചെയ്തു, എങ്ങനെ. എന്തായാലും നമുക്ക് ഇത് ചെയ്തു വരണം. നമ്മൾ മെട്രിക്സിലോട്ട് വരുമ്പോൾ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാം. ഡയറക്ട്ലി ചെയ്യൂ. ഓക്കെ. ഹലോ, വാട്ട് അബൌട്ട് അതേഴ്സ്? ഒരാളെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. മാം ഓക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ചെയ്യുന്നുണ്ട്. ഓക്കെ ചെയ്തോളൂ. ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് എഴുതി തെറ്റിക്കരുത്. ഇൻ കേസ് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും യു ഷുഡ് കറക്റ്റ് ബൈ യുവർ സെൽഫ്. നമ്മൾ തന്നെ അതിനെ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ജീവിതത്തിൽ പിന്നെ ഒരിക്കലും തെറ്റത്തുമില്ല. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കാര്യം മറന്നു പോകരുത്.
ആൻസർ -45 ആണോ? -45 ഹലോ, എത്ര കിട്ടി? -45. -45 കറക്റ്റ് ആണ്. കിട്ടിയില്ലേ? ആ കിട്ടി. ഓക്കെ. അപ്പൊ നമ്മള് നിങ്ങൾക്ക് ഇതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ്ലി അങ്ങ് ചെയ്തു പോവുക. ആ ഓക്കെ. ഓക്കെ. കാരണം നമ്മൾ ഇതിൻ്റെ അകത്തൊരു മിസ്റ്റേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ബുദ്ധിമുട്ടാവും. അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടല്ല 3/3 ചെയ്തു പോകാനായിട്ട്. അപ്പൊ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടിരിക്കുന്ന പ്രോബ്ലംസ് എല്ലാം ചെയ്യണം. ഇത് നിങ്ങൾ വെറുതെ നോക്കി പഠിക്കരുത് കേട്ടോ. അത് നോക്കിയാൽ കിട്ടും എന്ന് നമുക്ക് മനസ്സിലാവും, പക്ഷെ കിട്ടത്തില്ല. നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫിക്കൽറ്റി അറിയാവുന്നത്. അതുകൊണ്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്ത പാർട്ടിലോട്ട് ഞാൻ പോവാണ്. നമ്മുടെ സിലബസ് പോർഷൻ കവർ ചെയ്യത്തില്ല, അതുകൊണ്ടാണ്. പിന്നെ നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അടുത്ത ദിവസം ക്ലാസ്സിൽ വരുമ്പോൾ പറയും, ചോദിക്കുക. നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ചെയ്യാം. ഏതെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും സംശയം ഉണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ. ഹലോ. ഓക്കെ മാം. ഓക്കെ. Now come to the application of determinants. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇതൊക്കെ എന്താ പറയുക ഹയർ സെക്കൻഡറി ലെവലിൽ പഠിച്ചതും കൂടിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. തന്നെ നമുക്ക് പോർഷൻ കവർ ചെയ്യാനായിട്ട് നമുക്ക് അതിൽ കൂടുതൽ സമയമായിട്ട് കിട്ടുന്നുമില്ല. ഓക്കെ. Now come to the application of determinant. First one, the area of a triangle. By using the determinant, we can find out the area of a triangle with the vertices. 3 vertices are there, A, B, C. A x1 y1, B x2 y2, C x3 y3, which can be given by the expression 1/2 into x1 into y2 minus y3, and this expression can be written in the form of determinant, that is, which is equal to determinant. 3 points are there, x1 y1, x2 y2, x3 y3, and the third column is 1 1 1. ഓക്കെ. ദസ് ദ ഏരിയ ഓഫ്, അപ്പം നമുക്ക് ഡിറ്റർമിനന്റ് കൊണ്ട് നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദിസ് ഈസ് വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് ദ ഡിറ്റർമിനന്റ്. ഓക്കെ. ഇത് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടിസസ് എ x1 y1, b x2 y2 and c x3 y3 ഈസ് ഗിവൺ ബൈ 1/2 into x1 y1 1, x2 y2 1, x3 y3 1. And we have a corollary, that is, the 3 points lie on a straight line. See, straight line il lie cheyannu parnayal A, B, C. They are collinear. Alle? Triangle form cheyade ore same line cheyannu parnayal collinear aanu inde meaning. The 3 points A, B, C lie on the straight line if and only if the determinant equal to 0. That is, its area equal to 0. Alle? Same line il lie cheyuvana adine area illallo, undo? ഹലോ. അല്ലേ? അപ്പം 3 points കൊളീനിയർ പോയിന്റ്സ് ആണ്. നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു മാർഗം എന്താണ്? ആ പോയിന്റ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ ഈക്വൽ ടു 0 എന്ന് കാണിച്ചാൽ മതി. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നെസസറി ആൻഡ് സഫീഷ്യന്റ് കണ്ടീഷൻ. ദാറ്റ് ഈസ്, ഇഫ് ദ determinant is equal to 0, then we say that these 3 points, this is first one, this is second point, and this is the 3 points are lie on the same line or they are collinear. And if they are collinear, its determinant equal to 0. And if the determinant equal to 0, we can conclude that the points are on the straight line. Is it clear? That is what we mean by if and only if condition. That is, the necessary and sufficient conditions are satisfied. If this equal to 0, then it will be lie on the straight line. If the points lie on the straight line, then the determinant will be equal to 0. That is what we mean by if and only if. Okay, is it clear? ക്ലിയർ ആയോ? അത് മനസ്സിലായി മാം. ഇതിന്റെ മേളിൽ ഈ 1 വന്നത് എങ്ങനെ? അതാ സി, അതിനെ നമ്മൾ ഡിറ്റർമിനന്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ് ഈ പോയിന്റുകളെ. ട്രയാങ്കിൾ ABC ഇല്ലേ, അതിനെ നമുക്ക് എളുപ്പമുണ്ട്. നമ്മൾ ഈ ഹാഫ് ഇൻറ്റു ഇതിന്റെ ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന്റെ ഏരിയ എന്ന് പറയുന്നത് ട്രയാങ്കിളിന്റെ. നമ്മൾ യൂഷ്വലി നമ്മൾ ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ അതിനെ നമ്മൾ ഡിറ്റർമിനന്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ് ആ ഇവാലുവേഷനെ. മനസ്സിലായോ? ഈ എക്സ്പ്രഷനെ നമ്മൾ ഡിറ്റർമിനന്റിലോട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ് ഇത്. ഈ എക്സ്പ്രഷൻ അതാണ് 1/2 into ദിസ് എക്സ്പ്രഷൻ. ഇത് 1/2 into ദിസ് പാർട്ട് ഇല്ലേ, ഈ എക്സ്പ്രഷൻ.
ആ ഈ എക്സ്പ്രഷനെയാണ് ഇത്. ഓക്കെ, ആ അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. ഏതാണ്? The area of a triangle with vertices A equal to x1 y1, B equal to x2 y2 and C equal to x3 y3 is given by half into determinant. This one, area of the triangle with vertices. And write this also. The 3 points A x1 y1, B x2 y2 and C x3 y3 lie on a straight line or bracket they are collinear. If and only if the determinant equal to 0. എഴുതിയോ? Okay, now do one problem using determinant. If you are asked to find the area of the triangle using determinant, ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് തന്നെ യൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഈ ഫോർമുല തന്നെ യൂസ് ചെയ്ത്, അതായത് ഡിറ്റർമിനന്റ് യൂസ് ചെയ്ത് തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായി. Okay, now do the first one. Using determinant, find the area of the triangle whose vertices are 1, 4, 2, 3 and -5, 3. So the corresponding area will be equal to area of the triangle ABC equal to 1/2 into determinant 1, 4, 2, 3 -5 -3 and the last column will be 1. Okay. Expand this determinant, find out the value of this determinant and multiply it by 1/2, you get the area. Okay, ചെയ്തേ. Hello, what about others? ചെയ്യുമല്ലേ? Hello. അതെ മാം, ചെയ്യുക. Okay, good.
9 6 15 അല്ലേ? 9 6 അല്ലേ 15? ബൈ 2. -13/2 ആണോ? അത് നമ്മൾ അതൊന്ന് ആലോചിച്ച് നോക്കിയ ഏരിയ കണ്ടുപിടിച്ചപ്പം സി the area is given by the absolute value of the evaluation of this one. അല്ലേ? അപ്പോൾ നമ്മൾ ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ആവില്ല. Is it clear? So we take the absolute value of this determinant. So it will be എന്തായിരിക്കും 13/2. ഓക്കെ. ഇവിടെ ആ സൈൻ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അബ്സല്യൂട്ട് വാല്യൂ. സി ഈ എക്സ്പ്രഷൻ്റെ അകത്ത് നോക്കിയേ, ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡിറ്റർമിനന്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു
Area is the square unit. That is why it is written as 13/2 square units. Is it clear? Okay. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അബ്സോൾയൂട്ട് വാല്യൂ എടുക്കാവുള്ളൂ. നെഗറ്റീവ് പോസിറ്റീവ് വന്നോട്ടെ, അതിൻ്റെ ആ സൈൻ കൺസിഡർ ചെയ്യാൻ പാടില്ല. ഓക്കെ ഓക്കെ ഹലോ. ഓക്കെ. വാട്ട് അബൌട്ട് അതേഴ്സ്? കിട്ടിയോ? ആൻസർ കിട്ടിയോ? 13/2 സ്ക്വയർ യൂണിറ്റ്സ്. ഹലോ. ഹലോ. വാട്ട് അബൌട്ട് അതേഴ്സ്? ചെയ്യുന്നുണ്ടോ? ഒന്ന് രണ്ട് പേരൊക്കെ പോയോ? ഒരാൾ പറയുന്നുണ്ട് കിട്ടി. ഓക്കെ, എന്നാ പോട്ടെ, അടുത്തവരിലോട്ട് പോട്ടെ. ഹലോ, ഷാൽ വി മൂവ്? Okay, ma'am. Okay, now come to see. Sometimes you may be asked to show that the points, 3 points of a triangle are given. We have to show that they are collinear. Collinear means its area equal to 0. Area of the triangle equal to 0. Okay, how can we show that they are collinear? 1/2 into determinant, right, equal to 0. That means this 1/2 is not 0. So we have to prove that this determinant equal to 0. Is it clear? This is a printing mistake. Is it clear? Okay, ma'am. You have to show that the determinant A, B plus C, 1. Second one, B, C plus A, 1. Then third one, C, A plus B, 1 equal to 0. Okay. Is it clear? Okay, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 0 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് എയ്തർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് 0യിലോട്ട് വരണം, അല്ലേ? ദീസ് ആർ ദ വേരിയബിൾസ്. അത് നമ്മൾ നോക്കുക, നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിനെ 0യിലോട്ട് കൊണ്ടുവരാൻ എളുപ്പമുണ്ടോ എന്ന് നമ്മൾ നോക്കുക. ഒരു ഡിറ്റർമിനന്റ് കിട്ടിക്കഴിയുമ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് ABC ആണ്, സെക്കൻഡ് കോളം B plus C, C plus A plus B. ദാറ്റ് മീൻസ് സെക്കൻഡ് കോളത്തിനെ ഫസ്റ്റ് കോളത്തിനെയും കൂടെ ആഡ് ചെയ്ത് സെക്കൻഡ് കോളം എഴുതി കഴിഞ്ഞാൽ ഇവിടെ എന്താവും? A plus B plus C, B plus C plus A, C plus A plus B. Is it clear? ഒന്നുകൂടെ പറയാമോ? നമ്മൾ ഈ ഡിറ്റർമിനന്റ് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് അതിന്റെ പോയിന്റ്സ് കൊളീനിയർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏരിയ ഈക്വൽ ടു 0 ആയിരിക്കും, റൈറ്റ്? സോ ഏരിയ 0 എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂസിങ് ദ ഡിറ്റർമിനന്റ് നമുക്കറിയാം ദ ഏരിയ വിൽ ബി ഈക്വൽ ടു 1/2 ഇൻറ്റു ദിസ് ഡിറ്റർമിനന്റ്, അല്ലേ? x1 y1 1, x2 y2 1, x3 y3 1. ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആയിരിക്കും. That is 1/2 not equal to 0. So we have to prove that this determinant equal to 0. ഓക്കെ, ഈ ബുക്കിൽ ഈ സെക്കൻഡ് എഴുതി വെച്ചിരിക്കുന്ന തെറ്റാ കേട്ടോ, ഇതൊരു പ്രിന്റിംഗ് മിസ്റ്റേക്കാ, അതില്ല. ഇതാണ് ആക്ച്വലി നമ്മുടെ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഡിറ്റർമിനന്റ് B plus C, B C plus A, C A plus B and the last column equal to 1 1 1. ഓക്കെ, അത് നമുക്കറിയാം. നമ്മുടെ മെട്രിക്സ് പ്രോപ്പർട്ടി അനുസരിച്ച് നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും രണ്ട് റോ ഓർ കോളം ഐഡന്റിക്കൽ ആയിട്ട് വരുവോ പ്രൊപ്പോർഷണൽ ആയിട്ട് വരുവോ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് വിൽ ബി 0 ആയിരിക്കും. നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കുക. സോ ഇവിടെ നോക്കിയേ, C1 C2 എന്ന് പറയുന്ന കോളത്തിനെ നമ്മൾ ബിക്കംസ് C1 plus C2. C1ഉം C2ഉം കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ C2 ആയിട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെ വരും? നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്ത് വരും? ഫസ്റ്റ് കോളത്തിന് നോ ചേഞ്ച്, ABC അല്ലേ? സെക്കൻഡ് കോളം ബിക്കംസ് ഫസ്റ്റ് കോളം പ്ലസ് സെക്കൻഡ് കോളം. സോ ഇതെന്താവും? A plus B plus C,
second one a plus b plus c, and the third one also a plus b plus c, and the last column 1 1 1. We know that ഇവിടെ വെച്ച് തന്നെ നമുക്ക് വേണമെങ്കിൽ എഴുതാം, we know that these two are identical. അല്ലെങ്കിൽ നമുക്ക് എ ബി സി എന്ന് പറയുന്നതിനെ നമ്മൾ വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിന് നമ്മൾ കോമൺ മൾട്ടിപ്പിളാ അല്ലേ? സോ എ പ്ലസ് ബി പ്ലസ് സിയെ നമ്മൾ വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായി ഡിറ്റർമിനന്റ്? എ ബി സി. This is 1 1 1 1 1 1. That is these two are same. അല്ലേ? അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ആയാലും മതി. ദാറ്റ് ഈസ് എ പ്ലസ് ബി 1, second one also a plus b1, third one also a plus b1, a plus b plus c1. Right? Is it clear? Okay. When these columns are proportional and equal, we know that the determinant will be equal to 0. Okay. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഡിറ്റർമിനന്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. Is it clear? ഇനി നിങ്ങൾക്ക് അത്ര ഇതിലോട്ട് നമ്മൾ ചിന്തിക്കുന്നില്ല ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഇതിനെ ഇവാലുവേറ്റ് ചെയ്ത് വരുമ്പോൾ 0 എത്തും കൊളീനിയർ ആയതുകൊണ്ട്. ഓക്കെ. എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ദിസ് മൈനസ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ദിസ് ആൻഡ് പ്ലസ് സി ഇൻറ്റു, അല്ലെങ്കിൽ ഫസ്റ്റ് കോളത്തിനോ ഫസ്റ്റ് റോയ്ക്കോ അല്ലെങ്കിൽ തേർഡ് കോളത്തിനോ ഏതിനു വേണേൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ. അത് നമുക്ക് ഇച്ചിരി ഒരു എന്താ പറയാ കുറച്ചൊരു ടൈം കൺസ്യൂമിങ് ആണ്. ബട്ട് വെൻ വി യൂസ് ദ പ്രോപ്പർട്ടീസ് വി ക്യാൻ ഈസിലി പ്രൂവ് ദാറ്റ് ദ ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0. റൈറ്റ്? when the determinant equal to 0, definitely the area is 0. That means they are on the same line or they are collinear. Is it clear? Okay. ഇപ്പൊ ഈ പ്രോബ്ലം ചെയ്ത് നിങ്ങളുടെ എന്താ പറയുക സ്റ്റഡി മെറ്റീരിയൽ നോക്കിക്കോണം. ഈ സെക്കൻഡ് വൺ കെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്ന പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഈ പാർട്ടില്ല. ബട്ട് ദിസ് വൺ ഈസ് കറക്റ്റ്. സ്റ്റഡി മെറ്റീരിയൽ നോക്കി ചെയ്യരുത്, തനിയെ ചെയ്യുക. ഹലോ, ഏതാ ചെയ്യാൻ ഈ ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം ഷോ ദാറ്റ് the points a b plus c, b c plus a and c a plus b are collinear. ഈ പ്രോബ്ലം ഇല്ല ഇപ്പൊ നമ്മൾ ചെയ്തത്. ചെയ്തോ നിങ്ങള്? ഞാൻ ചെയ്ത കൂടെ ചെയ്തായിരുന്നോ? നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ. Now come to the Cramer's rule. Cramer's rule നിങ്ങൾ ഹയർ സെക്കൻഡറി പഠിച്ചിട്ടുള്ളതാ. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ. നൗ ലെറ്റ് us do. 9:30 വരെ അല്ലേ കുട്ടികളെ ക്ലാസ്? 7:30 to 9:30 അല്ലേ? അതെ മാം. ഓക്കെ. അപ്പൊ 9:30 നമുക്ക് ഈ ക്രാമേഴ്സ് റൂൾ കൂടി എടുക്കുമ്പോൾ യൂണിറ്റും തീരും, നമ്മുടെ ഇന്നത്തെ പോർഷൻ ഏകദേശം ഒന്ന് കവർ ചെയ്യും. വാ ഓട്ടെ. കൺസിഡർ ദ സിസ്റ്റം ഓഫ് 3. ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്യുന്ന എന്തിനാ? സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ? വാട്ട് ഡു യു മീൻ ബൈ എ ലീനിയർ ഇക്വേഷൻ? സി, this is a equation in 3 variables x, y and z. Okay. The second one is also a linear equation in 3 variables x, y, z. We have 3 equations are there in 3 unknowns. 3 unknowns are x plus y, z. 2 alla 3 unknowns. X, y and z are the unknowns. See, here the power of the variables are equal to 1. That is why we say that they are the linear equations. Linear equation എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയബിളിന്റെ പവർ വിൽ ബി ഈക്വൽ ടു 1 ആയിരിക്കും. ഇസ് ഇറ്റ് ക്ലിയർ? ഹലോ, അതല്ലേ നമ്മുടെ ലീനിയർ ഇക്വേഷൻ നമ്മൾ പറയുന്നത് അല്ലേ? ആണോ? അല്ലേ? ഇസ് ഇറ്റ് ക്ലിയർ? അതെ മാം. Okay. A solution means a solution of the system is a set of values of ഈ system of equation solve ചെയ്യുന്ന പറഞ്ഞാൽ എന്താണ്? We have to identify the value of x, y and z. x, y and z are the unknowns. We have to identify the value of x, y and z so that these variables satisfy these 3 equations. അല്ലേ? ഈ 3 ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന
value of the variables. That is what we mean by solution. Is it clear? Is it clear? അതല്ല നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് മീൻ ചെയ്യുന്നേ. ഹലോ ഹലോ, ഒന്നുകൂടെ പറയാമോ? നമ്മൾ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അടുത്ത പ്രോപ്പർട്ടിയിലോട്ട് നമ്മൾ പോവാ. ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടിയിൽ അടുത്ത പ്രോപ്പർട്ടി എന്താണ്? സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റും ഡിറ്റർമിനന്റ് യൂസ് ചെയ്തുകൊണ്ട്. ആ റൂളിന് ആ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടിയെ നമ്മൾ ക്രാമേഴ്സ് റൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ. ഇനി നൗ വി കൺസിഡർ എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇവിടെ നമ്മൾ 3 ലീനിയർ ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് ആണ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഈസ് a1x plus b1y plus c1 z equal to d1. Okay, where x, y and z are the unknowns. അല്ലേ? a, b, c are the known. They are the see നമ്മൾ എഴുതുന്ന ഒരു ഇക്വേഷൻ എഴുതുന്ന പോലെ 3x plus 5y plus 10z equal to 15 എന്ന് നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഈ എക്സും വൈയും ഇസഡും ആണ് നമ്മുടെ അൺനോൺ എന്ന് പറയുന്നത്. റൈറ്റ്? ഓക്കെ. All the other these numbers are the parameters. അവരൊരു കോൺസ്റ്റന്റുകളാണ് അല്ലേ? ഇറ്റ് ഈസ് നോൺ ടു us. ഓക്കെ. അതുപോലെ നമുക്ക് 3 അൺനോൺസ് 3 ഇക്വേഷൻസ് ഇൻ 3 അൺനോൺസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓരോ ഇക്വേഷനും അൺനോൺസ് എന്ന് പറയുന്നത് എക്സ് വൈ ആൻഡ് ഇസഡ് ആണ്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ഇനി ഒരു സൊല്യൂഷൻ ഓഫ് ദ ഇക്വേഷൻ, ഈ 3 ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? യു ഹാവ് ടു ഐഡന്റിഫൈ ദ വാല്യൂ ഓഫ് എക്സ്, y and z so that these values നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്ന വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യണം ഈ 3 ഇക്വേഷനിലും. അല്ലേ? അല്ലേ? അതല്ലേ നമ്മൾ സൊല്യൂഷൻ കൊണ്ട് മീൻ ചെയ്യുന്നേ. ഓക്കെ, ദാറ്റ് ഈസ് a solution of the system is a set of values of x, y, z which makes each of the 3 equations true. 3 എണ്ണത്തിനും സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും വാല്യൂ പുട്ട് ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യണം 3ലും. അല്ലേ? Okay, a system of equation has one or more solutions is called consistent. A system of equation consistent ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that means ഈ സിസ്റ്റത്തിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അർത്ഥം. ആൻഡ് വെൻ there is solution, എല്ലാ സിറ്റുവേഷനിലും സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. There is no guarantee. Okay, there is no guarantee to the existence of the solution. A system of equation has no solution, then we say that that system will be inconsistent. Okay. So when the system is consistent, we can identify the solution. When the system is not consistent, we cannot identify the value of the variable satisfying the given equations. Is it clear? No. Okay. Now we have another category. If d1, d2, d3, that is if the right hand side constants are 0, then the system is said to be homogeneous system of equations. When all the right hand side constants are 0, we say that the system is homogeneous. Otherwise we say that the system is non-homogeneous system of equation. അതായത് d1, d2, d3 non zero. ഇവിടെ നമ്മൾ 15 എന്ന് പറഞ്ഞു. സപ്പോസ് നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസിന്റെ എല്ലാത്തിന്റെ ഒരെണ്ണത്തിന്റെ അല്ല, if all d1, d2, d3 are 0, then we say that this is homogeneous. If at least one of the d1, d2, d3 not equal to 0, we say that the system will be non-homogeneous system of equations. Is it clear? Okay, ma'am. Okay. ഇനി നമ്മൾ ക്രാമേഴ്സ് റൂൾ വെച്ച് ഈ സിസ്റ്റം ഓഫ് ഇക്വേഷനെ സോൾവ് ചെയ്യാന്നാ പറയുന്നത്. അതായത് we have to identify value of x, y and z. Right? Okay. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിന്റെ കോഎഫിഷ്യൻസുകൾ, റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾസിന്റെ കോഎഫിഷ്യന്റുകളെ നമ്മളൊരു ഡിറ്റർമിനന്റ് ആക്കി എഴുതുവാണ്. ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ്, ദാറ്റ് ഈസ് a1, b1, c1 ഫസ്റ്റ് ഇക്വേഷന്റെ, സെക്കൻഡ് ഇക്വേഷൻ a2, b2, c2, then third one a3, b3, c3. Okay. Okay. ഇനി നമ്മൾ ഇതിന്റെ എങ്ങനെയാണ് നമ്മൾ എക്സ് കണ്ടുപിടിക്കാൻ വരുന്ന ഡെൽറ്റ എക്സ് എന്താന്നൊക്കെ പറഞ്ഞു വരുന്നതേ ഉള്ളൂ, കൂടുതൽ ബോധർ ചെയ്യേണ്ട. ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ഓക്കെ, ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് കോളം വിൽ ബി റീപ്ലേസ്ഡ് ബൈ, this is the determinant delta,
and when the first column is replaced by the right hand side constants of the given system of equation, we denote it as delta x. Is it clear? ഇല്ല. സി ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് മനസ്സിലായോ ഏതാന്നുള്ളത്? നമ്മുടെ കോഎഫിഷ്യൻസ് നമ്മൾ എഴുതി അല്ലേ? വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിറ്റർമിനന്റ്, അതാണ് നമ്മുടെ ഡിറ്റർമിനന്റ് ഡെൽറ്റ എന്ന് പറയുന്നത്. സി ഇതല്ലേ നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ അല്ലേ? ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ അല്ലേ? അവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, അതായത് വേരിയബിൾസ് ആരൊക്കെ? എക്സ് വൈ ആൻഡ് ഇസഡ്. ഇത് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്, RHS. റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ്സ് ആണ്. ഓക്കെ, ഇത് നമ്മുടെ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ്. ആ വേരിയബിൾസിന്റെ കോഎഫിഷ്യൻസ് ഫോം ചെയ്യുന്നതാണ് നമ്മുടെ ഡിറ്റർമിനന്റ് ഡെൽറ്റ എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് കൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡെൽറ്റ ഈക്വൽ ടു ദിസ് വൺ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, ഇനി ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന വേറൊരു ഡിറ്റർമിനന്റ് ആണ്. ആ ഡിറ്റർമിനന്റ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഫസ്റ്റ് കോളം ഇവിടുത്തെ നോക്കിയേ, ഫസ്റ്റ് കോളം A1 A2 A3 ആയിരുന്നു. ആ ഫസ്റ്റ് കോളത്തിനെ ഈ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് D1 D2 D3 ഇല്ലേ, അതുകൊണ്ട് അങ്ങ് റീപ്ലേസ് ചെയ്തു. വി ഫോം അനദർ ഡിറ്റർമിനന്റ് ഡെൽറ്റ എക്സ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഈ ലെഫ്റ്റ് സൈഡിൽ അപ്പം XYZ വന്ന ഇത് ബോധർ ചെയ്യണ്ട. ഇത് എങ്ങനെയാ വന്നെന്ന് കാണിക്കാനായിട്ടുള്ളതേ ഉള്ളൂ. നിങ്ങളെ സംബന്ധിച്ചോളം ഇതുണ്ടോ? ഇതെങ്ങനെയാ വന്നെന്ന് നോക്കിയേ. ഫസ്റ്റ് കോളത്തിനെ X കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, സെക്കൻഡ് കോളത്തിനെ Y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇതുണ്ടോ? C1 ഫസ്റ്റ് കോളം വന്നിരിക്കുന്ന ഏതാന്ന് നോക്കിയേ. C1നെ C1X, ഇവിടെ എക്സും കൂടി ഉണ്ട് കേട്ടോ. C1X ലീനിയർ കോമ്പിനേഷൻ എടുത്തിരിക്കുക, പ്ലസ് Y ഇൻറ്റു C2 പ്ലസ് Z ഇൻറ്റു C3. ഇതിനെ X കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, Y കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ആഡ് ചെയ്തു കറസ്പോണ്ടിങ്. സോ അതെങ്ങനെ കിട്ടി നമുക്ക് നോക്കിയേ? D1 അല്ലേ? അത് കിട്ടാനായിട്ട് D1 D2 D3 എങ്ങനെ കൊണ്ടുവന്നു കാണിക്കാനായിട്ട് നമ്മുടെ ഡിറ്റർമിനന്റ് വാല്യൂവിന് വ്യത്യാസം വരത്തില്ല. നമ്മളിങ്ങനെ കോളത്തിനെ ലീനിയർ നോൺ സീറോ വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോൺ സീറോ എന്താ പറയുക കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് സമ്മപ്പ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് വാല്യൂ ചേഞ്ച് ആവത്തില്ല. ഓക്കെ, ദെൻ അതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസെപ്റ്റ്. വേറെ ഒന്നും നിങ്ങൾ കൂടുതൽ ബോധർ ചെയ്യേണ്ട, കൺഫ്യൂഷൻ ഉണ്ടാവുന്നില്ല. എങ്ങനെ കിട്ടിയെന്ന് കാണിക്കാനായിട്ട് ആ സ്റ്റെപ്പ് എഴുതിയെന്നുള്ളതേ ഉള്ളൂ. വേറെ ഒന്നും ബോധർ ചെയ്യേണ്ട. ദിസ് ഈസ് അനദർ മെട്രിക്സ് ഡെൽറ്റ എക്സ്. ഡെൽറ്റ എക്സ് ഈസ് ഒബ്റ്റൈൻഡ് ബൈ റീപ്ലേസിംഗ് ദ ഫസ്റ്റ് കോളം ബൈ ദ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ഇല്ല. സി നമ്മുടെ ഡെൽറ്റ എന്ന് പറയുന്ന മെട്രിക്സ് ഡിറ്റർമിൻഡ് ഏതാന്ന് മനസ്സിലായോ? മനസ്സിലായി. ഇതിന്റെ ഫസ്റ്റ് കോളത്തിനെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് D1 D2 D3 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, സോ വി ഗെറ്റ് അനദർ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ്. ദിസ് ഈസ് ഡെൽറ്റ. This is another determinant, that is D1 D2 D3. Then the second column remains unchanged, B3, and the third column C1 C2 C3. This is another matrix. Okay, so see what we are doing. We are going to identify the value of, or we are going to solve the system of equation. That means we have to identify the value of X, Y, and Z using the determinant, right? D1 ന്റെ സ്ഥാനത്ത് ഈ ഇക്വേഷൻ അവിടെ ആഡ് ചെയ്യുന്നു, അങ്ങനെയല്ലേ? D1 D2 D3 അതെ, റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റ് ഓർത്ത് വെച്ചാൽ മതി. ഡെൽറ്റ എക്സ്, ദിസ് ഈസ് അവർ determinant delta. Okay. Now we form another determinant delta x equal to D1 D2 D3. ബാക്കി രണ്ട് കോളത്തിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, then our x will be equal to, if delta x, see നമുക്കിത് റൂള് ഡെൽറ്റ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദിസ് ഡിറ്റർമിനന്റ് ഷുഡ് ബി നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, എങ്കിലേ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ.
Okay. ഡിറ്റർമിനന്റ് വാല്യൂ 0 ആയി കഴിഞ്ഞാൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ലെന്ന് അർത്ഥം. ദാറ്റ് ഈസ് if delta not equal to 0, then x will be equal to delta x by delta. അതായത് ഡിറ്റർമിനന്റ് ഓഫ് ദിസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും, റൈറ്റ്? ദിസ് ഇസ് എ ന്യൂമറിക് വാല്യൂ. വെൻ വി ഇവാലുവേറ്റ് ദിസ് ഡിറ്റർമിനന്റ് വി ഗെറ്റ് എ ന്യൂമറിക് വാല്യൂ, റൈറ്റ്? And when we evaluate this determinant delta, we get another numeric value. Okay. Then the value of the variable x will be equal to this numeric value divided by this value, provided delta determinant this delta not equal to 0. Is it clear? Okay. Similarly, we identify another determinant delta y where the second column is replaced by the right hand side constant. And also another determinant delta z is obtained from delta by replacing the third column by the right hand side constants. Okay. Okay. Then the variable y can be determined by delta y, this value, this the value of the determinant delta y divided by delta. And the value of z is also evaluated using the formula delta z by delta. Delta z is a determinant, and when we evaluate this determinant, we get a numeric value. And this is also a numeric value provided this determinant not equal to 0. When the determinant is 0, we cannot divide. We cannot identify the value. Okay. Okay. And this method of solving a system of linear equations is known as the Cramer's rule. Is it clear? Okay. Okay, then see how one more conclusions. It must be noted that if delta equal to 0 and one of the delta x equal to delta y equal to delta z equal to 0, then the system has an infinite number of solutions. One of the if all this equal to 0, yeah. And if delta equal to 0 and one of the delta y, delta x, delta y, delta z is non-zero, then the system has no solution. That is, system will be inconsistent. Okay. Okay. When delta equal to 0 and all the determinants delta x, delta y, delta z equal to 0, then the system has an infinite number of solutions. അത് നമ്മൾ അടുത്ത മെട്രിക്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസിലോട്ട് എങ്ങനെ വരുന്നു എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഇപ്പൊ അതേപ്പറ്റി ബോധർ ചെയ്യേണ്ട, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോപ്പർട്ടി. ഓക്കെ, is it clear? Then if delta equal to 0 and at least one of the delta y, delta x, delta z is non-zero, not equal to 0, then the system will be inconsistent. In this situation, we cannot identify any solution. Is it clear? Okay. അപ്പോൾ നമ്മുടെ സമയമായിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾ അടുത്ത ദിവസം വരുമ്പോൾ ചെയ്തിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് എനിക്ക് തോന്നുന്നത് നെക്സ്റ്റ് ഈ കമ്മിങ് സാറ്റർഡേ ആണ് നമ്മുടെ ക്ലാസ്, നെക്സ്റ്റ് ക്ലാസ് വരുന്നല്ലേ, 26. ഓക്കെ, അപ്പൊ നോക്ക്, ഈ ഇതൊന്ന് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം, പിന്നെ നിങ്ങൾ ചെയ്താൽ മതി. Solve the following system of equation using the Cramer's rule. We have a 3 equations in 3 unknowns. The variables are x, y, and z. See, what is our delta? Our delta determinant delta will be 1, 2, 3, 2, 4, 1, 3, 2, 9. You just evaluate it. നിങ്ങൾക്ക് ഇങ്ങനെ റോ കോളത്തിനെ ചേഞ്ച് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുവാണെങ്കിൽ ഡോണ്ട് ബോദർ, ജസ്റ്റ് ഡയറക്ട്ലി ഇവാലുവേറ്റ് ഇറ്റ് using the first row or first column, any row or any column. Okay. 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 Then check whether the given delta equal to 0 or not. Here we get minus 20. It's not equal to 0. Okay. Then identify delta x, delta y, and delta z. Delta x equal to, the first column will be replaced by 6, 7, 14. That is the right hand side constant. Okay. Okay. Second and third column has no change. 3, 1, 9. Is it clear?
Okay, and evaluate this one also, this matrix, sorry, this determinant. Okay, when you Okay. evaluate the determinant delta x, x will be equal to delta x by delta. Okay, similarly, identify another determinant delta y where the second column of this determinant is replaced by the right hand side counter 6, 7, 14. 6, 7, 14. First column and third column has no change. Okay, then you evaluate. Then the variable y will be equal to delta y by delta. Okay. Similarly, identify determinant delta z where the third column is replaced by the right hand side constant. Evaluate that determinant, you get a value. Then identify the value of x, y, and z. Is it clear?